വളരെ വേഗത്തിൽ വേദപുസ്തകത്തിലേക്ക് സംഖ്യാപുസ്തകം 27-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഈ പകലിലെ ചിന്തയ്ക്കായി വളരെ വേഗത്തിൽ സംഖ്യാപുസ്തകം 27-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഈ പകലിലെ ചിന്തയ്ക്കായി വായിക്കുമ്പോൾ വേദപുസ്തകം എല്ലാവരും തുറന്ന് സംഖ്യാപുസ്തകം 27-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണെ വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുൻപായി പോകുവാനും അവർക്ക് മുൻപായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലിയാസറിൻ്റെയും സർവ്വസഭയുടെയും മുൻപാകെ നിർത്തി അവർ കാണെ അവന് ആജ്ഞ കൊടുക്കുക. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഈ വേദഭാഗത്തേക്ക് നിങ്ങൾ വരിക. വിലപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകളെ ആ നിലകളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ഹല്ലേലൂയ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച വിഷയത്തോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ വേഗം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന ഒരു ആശയമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. വീണ്ടും അത് ആവർത്തിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുവാൻ 12 ശിഷ്യന്മാർ യേശുവിലുള്ളതിൽ 9 പേരെ താഴെ വിട്ട് സ്തോത്രം 3 പേരുമായി മറുരൂപ മലയിൽ പോയതും അവിടെ അവർക്ക് ഹല്ലേലൂയ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയതും താഴെ ആയിരുന്ന 9 പേർ പിശാചിനോട് തോറ്റതുമായ വിഷയം നമ്മൾ ഗ്രഹിപ്പാനിടയായി. തുടർന്ന് നിങ്ങൾ പഠിച്ചാൽ എവിടെ കർത്താവിൻ്റെ ശക്തമായ ശുശ്രൂഷയുണ്ടോ അവിടെയെല്ലാം ഈ 3 പേരുമായിട്ട് പോകുന്നത് കാണാം. ഗദസമന തോട്ടത്തിലും 8 ശിഷ്യന്മാരെ മാറ്റി നിർത്തി. ഒരാൾ ഹല്ലേലൂയ ഒറ്റുകൊടുക്കാനായി മാറി 8 പേരെ മാറ്റി നിർത്തി. ഈ 3 പേരെ കൊണ്ടുപോയി 3 പേരോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടേച്ച് യേശു കർത്താവ് ചെന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം. സ്തോത്രം. തിരഞ്ഞെടുത്ത 12 പേർക്കകത്തു നിന്ന് 3 പേരെ ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ആ തിരഞ്ഞെടുപ്പിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാനിടയായത്. അവിടെ പറഞ്ഞു സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തെ പിശാച് കൈവശമാക്കരുതെന്നും പഴയ തുരുത്തിയിലൊന്നും പകരാൻ പറ്റത്തില്ല, തുരുത്തി പുതുക്കണം. ഇങ്ങനെയുള്ള കുറെ ആശയങ്ങൾ ആ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന നേരത്ത് നമ്മുടെ മേൽ സംഭവിപ്പാൻ തക്കവണ്ണം ഒരുക്കം ആവശ്യമാണെന്ന് പറഞ്ഞു. ഗിദെയോനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തി. ഗിദെയോനെ കുറിച്ചാണ് വായിച്ചു തുടങ്ങിയത്. ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ ഹല്ലേലൂയ ഭയത്തോടെയാണെങ്കിൽ അവൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചത് ശത്രുവിന് വിട്ടുകൊടുക്കാതെ തനിക്കുള്ളത് മെതിക്കുകയും തൻ്റെ മുഖത്ത് നോക്കി തൻ്റെ പരാക്രമശാലിയെ എന്ന് വിളിച്ച് ഒരു വലിയ ദൗത്യം, ഒരു വലിയ അഭിഷേകത്തെ പകർന്ന് വലിയ കൂട്ടം സൈന്യത്തെ ഹല്ലേലൂയ ഒരു മനുഷ്യനെ പോലെ തോൽപ്പിക്കത്തക്കവണ്ണം പിതാക്കന്മാരുടെ കാലം തൊട്ട് അവരെ നശിപ്പിച്ച് ക്ഷയിപ്പിച്ച ശത്രുവിനെ പരാജയപ്പെടുത്താൻ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ നിയോഗം കൊടുത്തതിനെ നമ്മൾ കേട്ടു. അങ്ങനെയുള്ള നിയോഗങ്ങൾ, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അനുഭവങ്ങളെ കർത്താവ് പകരാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയം കടന്നു വരുന്നു എന്ന് നമ്മൾ ഹല്ലേലൂയ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് വായിച്ച നമ്മുടെ ഹല്ലേലൂയ വാക്യത്തിൻ്റെ അകത്തും ഉള്ളടക്കം ഒരു തിരഞ്ഞെടുപ്പ് അവിടെ നിങ്ങൾക്ക് കാണാം. ദൈവം തിരഞ്ഞെടുത്ത അതിശക്തനായ അഭിഷക്തനാണ് മോശ ഹല്ലേലൂയ തൻ്റെ ശുശ്രൂഷകളെല്ലാം ശക്തിയോടെ ചെയ്തു വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയും ആ വീഴ്ച നിമിത്തം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ നിന്ന് തന്നെ ഹല്ലേലൂയ നീക്കിയിട്ട് തൻ്റെ ഹല്ലേലൂയ മരണം ഇന്നവിധം സംഭവിക്കുമെന്നും നീ ഹല്ലേലൂയ ഈ ജനത്തെയും കൊണ്ട് വാഗ്ദത്ത നാട്ടിൽ കടക്കത്തില്ല എന്നും ദൈവം പറഞ്ഞ് സ്തോത്രം തന്നെ ഹല്ലേലൂയ മാറ്റിയിട്ട് പുതിയൊരു നേതൃത്വത്തെ അവിടെ കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ വലിയ ഹല്ലേലൂയ ഒരു പരാജയം വന്നതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണേ. ആഴമായ ചില ചിന്തകൾ ശാന്തമായി പറയണം. അത് നിങ്ങൾ ഹല്ലേലൂയ ഗ്രഹിക്കുകയും വേണം. ദൈവം തിരഞ്ഞെടുത്ത അഭിഷക്തനാണ് ഹല്ലേലൂയ മോശ. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിനകത്താണ് നിൽക്കുന്നത്. അതിൽ തന്നെ കുറച്ചുകൂടെ ഗൗരവത്തോടെ ദൈവം തിരഞ്ഞെടുത്തവരുടെ അകത്ത് നിന്ന് ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ നമ്മൾ അതിലുണ്ടാകുമോ? ഈ സഭയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ആ സഭയ്ക്കകത്തൊരു തിരഞ്ഞെടുപ്പ് ദൈവം വെച്ചാൽ നമ്മൾ അതിനകത്തുണ്ടാകുമോ? ശ്രേഷ്ഠമായത് കൈമാറാൻ ദൈവം കൊതിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്കത് ഹല്ലേലൂയ നഷ്ടപ്പെടരുത് എന്ന ആഴമായ പ്രാർത്ഥനയും ഇതിനകത്തുണ്ട്. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ മോശയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ
സംഭവിച്ച പ്രതികൂലം നമുക്കറിയാം. നിങ്ങൾ വായിച്ച ഭാഗത്ത് തന്നെ ദൈവം പറയുന്നു, നീ എൻ്റെ കൽപ്പനയെ ഹല്ലേലൂയ മറത്തു, എൻ്റെ കൽപ്പന നീ സ്തോത്രം അനുസരിക്കാത്തത് കൊണ്ട് സ്തോത്രം ഈ വിധമായിട്ട് ദൈവം ചെയ്യുന്നു എന്നാ പറയുന്നത്. സ്തോത്രം എന്താ ഇതിൻ്റെ ഹല്ലേലൂയ പശ്ചാത്തലം? സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതൽ 13 വരെ വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ പശ്ചാത്തലം കിട്ടും. ദൈവജനം ഹല്ലേലൂയ സീൻ മരുഭൂമിയിലെത്തി, വെള്ളമില്ലാതെ അവിടെ ഹല്ലേലൂയ വലയുമ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഒത്തിരി ഹല്ലേലൂയ ദൈവത്തോട് മറുതലിക്കുന്ന അനുഭവങ്ങൾ അവിടെ കാണാം. സമയമില്ലാത്തത് കൊണ്ട് സ്തോത്രം അല്ലെങ്കിൽ ഒന്ന് വായിച്ചേ, ഹല്ലേലൂയ വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതൽ 13 വരെ വേഗത്തിൽ വായിച്ചേ. നിന്റെ വടിയെടുത്ത് നീയും നിന്റെ സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാൺകെ പാറയോട് കൽപ്പിക്ക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് ചോദിച്ചു. മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുളി ചെയ്തു. ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. നിങ്ങളവിടെ ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ കർത്താവ് അവിടെ പറയുകയാണ് 20-ാം അധ്യായത്തിൽ, നിങ്ങൾ ഈ ജനത്തെ കൊണ്ട് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തിലേക്ക് പോകത്തില്ല. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ അതിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ദൈവസഭ ആത്മീകമായി വളരാൻ ഇഷ്ടപ്പെടുന്നവർ ഹല്ലേലൂയ പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്ത് ദൈവം വിളിച്ചിറക്കിയ ജനം, ദൈവം തിരഞ്ഞെടുത്ത അഭിഷക്തൻ, അവർ ഒരുമിച്ച് മുമ്പിലേക്ക് വരിക. നമ്മുടെ ഹല്ലേലൂയ നിത്യത വരെ എത്തുന്ന നമ്മുടെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്, ക്രിസ്തീയ ജീവിതത്തിന് വന്നത് വളരെ ഗൗരവമുള്ള വിഷയം. വന്നതും രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുശ്രൂഷ ലഭിച്ചത് അതിനേക്കാൾ അത്ഭുതമാണ്. ശുശ്രൂഷ ചെയ്യാൻ ദൈവം തരുന്ന കൃപ വലുതാണ്. ഇതൊക്കെ പ്രാപിച്ചത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിലനിൽക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. സ്തോത്രം. ഇവിടെ ജനത്തിന് വലിയ ദാഹം വന്നു. സീൻ മരുഭൂമിയിലെത്തിയ ജനം ദാഹിച്ച് അവർ ഹല്ലേലൂയ മത്സരികളായ ജനം പിറുപിറുക്കാൻ തുടങ്ങി. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാം. സ്തോത്രം. പിറുപിറുത്ത് സംസാരിക്കാൻ തുടങ്ങി. അഹരോനും മോശയും വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കമണ്ണു വീണു ദൈവസന്നിധിയിൽ. ദൈവം പറഞ്ഞു, ഹല്ലേലൂയ നീ കരയണ്ട, നിന്റെ അധികാരത്തിന്റെ വടിയും എടുത്ത് പോകാൻ പറഞ്ഞു. പോയി കാണിക്കുന്ന പാറയെ എന്ത് ചെയ്യണം? പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. സ്തോത്രം. ആ മരുഭൂമിക്കകത്ത് ഒരു തുള്ളി ജലമില്ല. ഇവർ ഹല്ലേലൂയ ജനത്തോട് പറഞ്ഞു. ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുപോയി പാറയുടെ അടുത്തെത്തി. മോശ പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ കാണാൻ പോകുക. ഇവിടെ വെള്ളം കിട്ടുമോ ഇല്ലയോ എന്ന് കാണാൻ പോകുക. സ്തോത്രം. വിശ്വസിക്കാൻ സാഹചര്യമില്ലെങ്കിലും പ്രതീക്ഷിക്കാൻ ഒരു ഹല്ലേലൂയ വഴിയില്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മെ ദൈവം വിളിച്ചിറക്കി നാം ദൈവത്തിന്റെ പാതയിലാണെങ്കിൽ ദൈവത്തെ സംശയിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടത്തല്ല നമ്മുടെ വിടുതൽ മറഞ്ഞിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം വീണ്ടും ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുക. അത് പറയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മ പ്രേരണയിൽ പറയാം, ഈ ഇരിക്കുന്ന ഈ ജനത്തിന്റെ മധ്യത്തിൽ ആരെങ്കിലും വഴി എന്തെന്നറിയാതെ എങ്ങനെ എന്ന ചോദ്യം എങ്ങനെ സംഭവിക്കും, എങ്ങനെ ഹല്ലേലൂയ അത്ഭുതം നടക്കും, എവിടെ നിന്ന് എന്ന് ഹല്ലേലൂയ നീ ഒരു ദൈവ പൈതലെങ്കിൽ ആ ദൈവ പൈതലിനോട് ഞാൻ പറയുന്നത്, എങ്ങനെ എൻ്റെ ഹല്ലേലൂയ ഭാവിക്കായി അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ഒരു കരുതൽ, എങ്ങനെ എൻ്റെ കാര്യം നടക്കും, ഒരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളോട് പറയാം, സാധ്യത ഒന്നും ഇല്ലാത്ത ഇടത്ത് നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയിക്കാൻ തയ്യാറാകണം. സ്തോത്രം. ഒരു സാധ്യതയും ഇല്ല, ഒരു ഹല്ലേലൂയ സാഹചര്യവും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ അലയാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. മരുഭൂമിയിൽ കൊല്ലാനെങ്കിൽ ദൈവം വിളിച്ചിറക്കത്തില്ല. മരുഭൂമിയിൽ പട്ടുപോകാനെങ്കിൽ ദൈവം വിളിച്ചിറക്കത്തില്ല. അനുസരിക്കുന്നവനെ അക്കരെ എത്തിപ്പാൻ കരുത്തുള്ളവനാണ് വിളിച്ചിറക്കിയതെന്ന ബോധ്യം വേണം. യൂദയുടെ ലേഖനത്തിൽ പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാനും നീയും ദൈവത്തോട് ചേർന്ന് നടക്കാൻ തയ്യാറായാൽ ഞാൻ പറയട്ടെ, ശ്വാസം പോകുന്നത് വരെ ജീവിതത്തിൽ ആവശ്യമുള്ളത് മുഴുവനും കരുതി വെച്ച ഒരു അപ്പനുണ്ട്. സ്തോത്രം. ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. മരുഭൂമിയിൽ കൊണ്ടുപോയി തീക്കൽ പാറയെ കാണിച്ചേച്ച് മോശയോട് പറയാ, നീ കൽപ്പിക്കണം. മോശയ്ക്കൊരു ഭയങ്കര ഹല്ലേലൂയ അധികാരത്തോടെ മോശ ജനത്തോട് പറയുക, നിങ്ങൾ ഇന്ന് കാണും ഹല്ലേലൂയ. പക്ഷേ തൻ്റെ ജീവിതത്തിന്റെ അകത്ത്, ഈ ഒരു സംഘർഷത്തിന്റെ അകത്ത് ഹല്ലേലൂയ ദൈവം പറഞ്ഞു, ആ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ ഇടത്ത് ഇവൻ ആ വടിയെടുത്ത് 2 വട്ടം പാറയ്ക്കിട്ട് അടിച്ചു. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ നിങ്ങളോട് പറയട്ടെ, ആ 2 അടി ഒന്ന് ശക്തിയോടെ പാറയ്ക്കിട്ട് അടിച്ചപ്പോൾ അവന്റെ കോപത്തിനൊരു ശമനം വന്നു.
അവൻ്റെ കോപത്തിനൊരു ആശ്വാസമായി. അവൻ്റെ ആ ഹല്ലേലൂയ എന്തു പറയണ്ടേ, ഈ ജനത്തിൻ്റെ പിറുപിറുപ്പും എല്ലാം കൂടെ വന്നപ്പം അവൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ആ ദേഷ്യം ആ 2 അടി അടിച്ചപ്പോൾ എന്ത് ചെയ്തു? തണുത്തു. പക്ഷേ ചമ്പുരാൻ ഹല്ലേലൂയ അതിനെ നോട്ട് ചെയ്തു എന്ന് നമ്മൾ മറന്നു പോകരുത്. വളരെ ഹല്ലേലൂയ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ. നമ്മൾ ഹല്ലേലൂയ അവിടെ മറ്റൊരു വിഷയം, അവിടെ അടിച്ചപ്പോൾ നീ എന്നെ അനുസരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടാതിരുന്നില്ല, നദി പോലെ വെള്ളം പുറപ്പെട്ടു. അതും ഒരു പ്രശ്നമാണ്. നദി പോലെ വെള്ളം പുറപ്പെട്ട് മനുഷ്യനും മൃഗങ്ങളും കുടിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ സ്തോത്രം, വേണമെങ്കിൽ മോശയ്ക്ക് പറയാം, അങ്ങനെയൊക്കെ ഞാൻ അടിച്ചെങ്കിലും വെള്ളം പുറപ്പെട്ടല്ലോ, അത്ഭുതം നടന്നല്ലോ, വിടുതൽ നടന്നല്ലോ എന്ന് പറയാം. ഞാൻ പറയട്ടെ, എന്തൊക്കെ അത്ഭുതം നടന്നാലും എന്തൊക്കെ വിടുതൽ നടന്നാലും നമ്മൾ ചെയ്യുന്ന തെറ്റ് തന്നെയായിരിക്കും, അനുസരണക്കേടായിരിക്കും. അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉണ്ടാകും. ഞാൻ പറയുന്നു, നമ്മുടെ ആത്മീക ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ നാളെയുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അത് അനുഗ്രഹമാകണോ അത് തിന്മയാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നാണ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അവതരിപ്പിച്ചല്ലോ, നന്നായിട്ട് അത് ചെയ്തു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, വ്യക്തതയോടെ ദൈവം നിങ്ങളെ കണ്ടു എന്ന് തിരിച്ചറിയണം. വ്യക്തതയോടെ കണ്ടു. അതിനകത്ത് ദൈവം ഹല്ലേലൂയ മനുഷ്യൻ വിലയിടുന്നത് പോലെ അല്ല ദൈവം വിലയിടുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ മനുഷ്യൻ വിധിക്കുന്നത് പോലെ ദൈവം വിധിക്കത്തില്ല. കൃത്യതയോടെ ഞാൻ പറയട്ടെ, എത്ര മറച്ച് ചെയ്താലും എത്ര ഒളിച്ച് ചെയ്താലും വിശ്വസ്തനെ എണ്ണി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അവൻ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒത്ത പ്രതിഫലം കൊടുക്കാൻ തക്കവണ്ണം കരുത്തുള്ളവനാണ് ദൈവം. അതുകൊണ്ട് ആരും ഭാരപ്പെട്ടു പോകരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മെ ഹല്ലേലൂയ പുറകിൽ നിർത്താൻ ആർക്കും കഴിയത്തില്ല. നാം ഹല്ലേലൂയ ദൈവം മുമ്പാകെ മറഞ്ഞല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ശക്തിയോടെ, ഒരു മനസ്സോടെ, വിശ്വസ്തയോടെ, ആരും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യുക. സ്തോത്രം. ഇവിടെ നോക്കിയേ, ഒരു അത്ഭുതം നടന്നു. മോശ ചെയ്തപ്പോൾ അത്ഭുതം നടന്നു. പക്ഷെ ദൈവം അവിടെ തീരുമാനിച്ചു, നീ കനാൻ നാട് കയറത്തില്ല. അവിടെ പറയുന്നു, കാരണം നീ അവിശ്വാസം കാണിച്ചു, നീ അനുസരണക്കേട് കാണിച്ചു. സ്തോത്രം. പറഞ്ഞതല്ല ചെയ്തത്. ഒന്ന് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ 2 അടിയടിച്ചത് ഇത്ര പ്രശ്നമാണോ ദൈവമേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ദൈവ സന്നിധിയിൽ പ്രശ്നമാണ്. നമ്മുടെ നീതി അല്ല ദൈവത്തിന്റെ നീതി, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഈ വിഷയത്തെ എടുക്കണം, വളരെ ഗൗരവത്തോടെ. അങ്ങനെ എടുക്കുന്നവർക്ക് ഇത് ഭയങ്കര അനുഗ്രഹമാണ്. അതിന് ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങളെ സമർപ്പിച്ചാൽ, അങ്ങനെ ജീവിക്കാൻ തയ്യാറായാൽ, തീരുമാനിച്ചാലല്ല, ജീവിക്കാൻ തയ്യാറായാൽ അസാധാരണമായ അനുഗ്രഹം പ്രാപിക്കും. ഞാൻ പറയട്ടെ, ആത്മീക ജീവിതത്തിൽ നമ്മൾ വന്നത് ദൈവത്തിന്റെ വലിയ കൃപയാ. മോശയാണെങ്കിലും ശുശ്രൂഷ ഏറ്റത് വലിയ അത്ഭുതമാണ്, നല്ല കാര്യമാണ്. പ്രസംഗിക്കുന്ന എനിക്ക് കിട്ടിയത് ഇത് നറുക്കാണ്, ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. ആ ശുശ്രൂഷയ്ക്കകത്ത് ഓരോ ദിവസമുള്ള എൻ്റെ നടപ്പ് ശോധന ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അപ്പൊ ഹല്ലേലൂയ, നിങ്ങൾ എന്നോട് ചോദിക്കും, നെഗറ്റീവായിട്ട് ഒന്നുമില്ലയോ, എന്തോരം പുള്ളി നോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുവോ? സ്തോത്രം. ഉയരേണ്ട എത്രയോ ഉയർച്ചകൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ലഭിക്കേണ്ട എത്രയോ നന്മകൾ ഹല്ലേലൂയ നഷ്ടമാക്കിയതിന്റെ ഹല്ലേലൂയ ഒരു കണക്ക് ദൈവത്തിന്റെ മുമ്പാകെ ഉണ്ട് എൻ്റെ പ്രവർത്തിയിൽ. അപ്പോൾ തന്നെ ഇതുവരെ എത്തിയതിന് ദൈവം ഹല്ലേലൂയ നോട്ട് ചെയ്ത, ദൈവം കണക്കിട്ട ഒത്തിരി പ്രവർത്തികളുമുണ്ട്. സ്തോത്രം. എന്തിനാ ഈ സന്ദേശം? ഞാനും നിങ്ങളും ഈ സെക്കൻഡ് തൊട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഈ സെക്കൻഡ് തൊട്ട് കുറച്ചുകൂടെ കർത്താവിനെ മനസ്സിലാക്കുക. നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കി ഹല്ലേലൂയ നമ്മൾ മുമ്പിലേക്ക് പോയാൽ നമുക്ക് അനുഗ്രഹമായിരിക്കും. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുന്നത് പോലെ ദൈവം ചിന്തിക്കത്തില്ല. നമ്മളുടെ ഒരു ചിന്തയനുസരിച്ച് മോശ ചെയ്തത് ശരിയാണ്. കാരണം അവന്റെ സാഹചര്യം, അവൻ ഹല്ലേലൂയ എത്രത്തോളം ബുദ്ധിമുട്ടിയ വേല ചെയ്യുന്നത്. സ്തോത്രം. പക്ഷേ ദൈവം ഹല്ലേലൂയ അനുസരണക്കേടെന്ന് പറയും. അതിന്റെ സാഹചര്യം കൊണ്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ കൽപ്പനകളെ ദൈവം ഹല്ലേലൂയ മാറ്റത്തില്ല. 2 വട്ടം അവൻ ഹല്ലേലൂയ ശക്തിയോടെ പാറയടിച്ചു, വെള്ളം ഹല്ലേലൂയ പുറപ്പെട്ടു. നിങ്ങൾ കണ്ടോ? ആ തീക്കൽ പാറയ്ക്കകത്തുനിന്ന് ജലം ചാടി വരുന്നത് കണ്ടോ? ഒരു മനുഷ്യന്റെ കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, ഹൃദയത്തിൽ തോന്നാത്ത വിടുതൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു മനുഷ്യനിക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. തീക്കൽ പാറയ, അതിൻ്റെ അകത്ത് നദി പോലെ വെള്ളം പുറപ്പെടുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ കരുതൽ മാനുഷിക ദൃഷ്ടിക്ക് അനുസരിച്ചല്ല, മാനുഷിക ബുദ്ധിക്ക് അനുസരിച്ചല്ല. ഞാൻ പറയാം, നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരവും ദൈവം വ്യക്തതയോടെ കരുതിയിട്ടുണ്ട്. അങ്കലാപ്പിലാകരുത്, അനുസരണക്കേട് കാണിക്കരുത്, എടുത്തു ചാടരുത്. ദൈവം തന്ന ഈ നല്ല ജീവിതത്തെ ദൈവത്തിന്റെ വചനപ്രകാരം ഓടിത്തീർക്കാൻ ഒരു തീരുമാനം ഉണ്ടായിരുന്നാൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. ഞാൻ പറയട്ടെ, ഏത് മരുഭൂമിക്കകത്തും അവന്റെ കരുതലുണ്ടെന്ന് മറക്കരുത്. മരുഭൂമിക്കകത്ത് കരുതലില്ല എന്ന് പറഞ്ഞ്, ഇവിടെ ദൈവത്തിനും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, ദൈവവചനമില്ല, ദൈവമില്ല, ഇതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞ് പിറുപിറുക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ, ആ മരുഭൂമിക്കകത്ത് എവിടെയോ എനിക്ക് വേണ്ടി ഒരു തീക്കൽപ്പാറ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് താണിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പിറുപിറുക്കാതെ ജീവിക്കാൻ പറ്റും.
ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും. ഈ ജനം വെറുതെട്ടാ കണ്ടത്, പക്ഷെ അത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ ജീവിതം വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കാൻ അത് മുഖാന്തരമായി തീരണം. സ്തോത്രം. ദൈവം അവനോട് പറഞ്ഞു, സ്തോത്രം, നീ ആമേൻ സ്തോത്രം വാഗ്ദത്ത നാട് കയറത്തില്ല. നമ്മൾ വായിച്ച ഭാഗത്തിൽ പറഞ്ഞു, നീ ആ മലയിൽ കയറി ആ വാഗ്ദത്ത നാട് കണ്ടുകൊള്ളുക, നീ ഹല്ലേലൂയ മരിക്കും. സ്തോത്രം. നിന്റെ സഹോദരനെ പോലെ നീ മരിക്കും. സ്തോത്രം. അടുത്ത് ആമേൻ സ്തോത്രം മോശ പറയുന്നു, അങ്ങനെയെങ്കിൽ സഭ ഇടയനില്ലാതാകരുത്. തീർത്തും ഹല്ലേലൂയ ഗൗരവമുള്ള ചില വിഷയങ്ങൾ നിങ്ങൾ ഹല്ലേലൂയ മനസ്സിലാക്കണം. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ഹല്ലേലൂയ അനുസരണം എന്ന് നമ്മൾ പറയുന്നത് ദൈവം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ദൈവം അംഗീകരിക്കത്തില്ല. മോശ അവിടെ ശുശ്രൂഷ ചെയ്തു, ജനം കുടിച്ചു. പക്ഷെ അവന്റെ വാഗ്ദത്തത്തിന് അല്ലെങ്കിൽ ഹല്ലേലൂയ അവൻ കാണേണ്ട വാഗ്ദത്ത ദേശം കാണാതെ വണ്ണം അവൻ ഹല്ലേലൂയ മാറിപ്പോയി. അത് വളരെ ഗൗരവമാണ്. നിങ്ങൾ വീണ്ടും ധ്യാനിക്കണം. എനിക്ക് വിശദീകരിക്കാൻ ഹല്ലേലൂയ സമയം പോരാ. രണ്ടാമത്തെ ഹല്ലേലൂയ ആമേൻ വലിയ ചിന്ത, അവിടെ അത്ഭുതം നടന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി. അതുകൊണ്ട് എൻ്റെ ഹല്ലേലൂയ ഞാൻ ചെയ്തത് ശരിയെന്ന് ആരും ചിന്തിക്കേണ്ട. അതിനകത്ത് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മുമ്പാകെ തെറ്റ് തന്നെയായിരിക്കും. അത്ഭുതങ്ങൾ കൊണ്ട് വിലയിരുത്തരുത്. ആമേൻ അനുസരിക്കാൻ പറഞ്ഞതുപോലെ അനുസരിക്കാൻ ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ തീരുമാനമെടുക്കണം. അവനോട് ദൈവം പറഞ്ഞു, സ്തോത്രം, ആമേൻ ലീഡർഷിപ്പ് മാറണം. ദൈവം ഹല്ലേലൂയ ദൈവം ആമേൻ പറയുന്നതിന് മുമ്പേ മോശ പറഞ്ഞു, ഇടയനില്ലാതെ സഭ പോകാൻ പാടില്ല. അതൊരിക്കലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കണം. അങ്ങനെ ഒരു ഹല്ലേലൂയ നേതൃത്വം ഇല്ലെങ്കിൽ സഭ ചിതറും. നേതൃത്വം ഇല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവജനത്തിന് എത്തേണ്ടയിടത്ത് എത്താൻ പറ്റത്തില്ല. എപ്പോഴും ഹല്ലേലൂയ ആത്മീക നേതൃത്വത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളെ ശുശ്രൂഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഹല്ലേലൂയ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരൊക്കെ വളരെ ഹല്ലേലൂയ ഗൗരവത്തോടെ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുക. ഒരുമിച്ച് ആ ഒരു നേതൃത്വം അവിടെ കാണാം മരുഭൂമിയിലെ സഭയ്ക്ക്. ആമേൻ. മോശ തന്റെ ഹല്ലേലൂയ മരണത്തിന്റെ വാർത്ത അല്ലെങ്കിൽ ഹല്ലേലൂയ നീ വാഗ്ദത്തം കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവന് അവിടെ പ്രയാസമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ആത്മാവിൽ ഭാരത്തോടെ ദൈവത്തോട് പറയുക, ഈ സഭ ഇടയനില്ലാതെ ചിതറാൻ പാടില്ല, ഒരാളെ വേണം. സ്തോത്രം. പറഞ്ഞു, ആമേൻ, യോശുവയെ വിളിക്കണം. അവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് യോശുവയെ തിരഞ്ഞെടുക്കണം? ഞാൻ ഇതിനു മുമ്പ് ഒരു മെസ്സേജിനകത്ത് പറഞ്ഞു, പ്രിയരെ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ക്ഷണത്തിൽ സംഭവിക്കുന്നതല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന കൊള്ളാവുന്ന ഒരാളെ വിളിച്ച് ആമേൻ അഭിഷേകം ചെയ്യുകയല്ല ദൈവത്തിന്റെ പദ്ധതി. നാളുകൾ കൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ ഉണ്ട് എന്ന് നീ മറന്നു പോകരുത്. സ്തോത്രം. നാളുകൾ കൊണ്ട് നമ്മുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി കിടപ്പുണ്ട് എന്ന് മറന്നു പോകരുത്. വെറുതെ ഒന്നും ആരും മുമ്പിൽ വരത്തില്ല. പിതാക്കന്മാരുടെ കാലം, നിന്റെ ഹല്ലേലൂയ ജീവിതം, നിന്റെ കുഞ്ഞിനെ നീ വളർത്തുന്നത്, സ്തോത്രം, നിന്റെ ആമേൻ ഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ജീവിതം, നമ്മുടെ മനോഭാവം പോലും ദൈവത്തിന് അറിയാം. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ വേദപുസ്തകം പഠിച്ചാൽ സമയം ഹല്ലേലൂയ പരിമിതി ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, നമുക്കറിയാം യോശുവയെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു. ആമേൻ. അഹരോനുണ്ട്, ഹൂരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ യോശുവയെ തന്നെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. നമുക്കറിയാം ഹല്ലേലൂയ മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞു, മോശ 40 രാവും പകലും ദൈവത്തോടൊപ്പം വസിപ്പാൻ ഒരു ഭാഗ്യമുണ്ടായി. സ്തോത്രം. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 രാവും പകലും മോശ ദൈവത്തിന്റെ സാന്നിധ്യത്തിലിരുന്നു. ആമേൻ. കഴിയുന്നവർ അങ്ങനെ ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരിക്കാൻ ഉത്സാഹിച്ചാൽ നല്ലതാണ്. അവിടെ പ്രത്യേകമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ആ നിലകളിൽ ഇരിക്കുമ്പോൾ യോശുവ കൂടെ ചെന്നു. സ്തോത്രം. യോശുവയും അഹരോനും ഹൂരും കൂടെ ചെന്നു. പക്ഷേ ഹല്ലേലൂയ അവരോട് തിരിച്ചു പോകാൻ പറയുമ്പോൾ ഒരുവൻ മാത്രം ആ ഹല്ലേലൂയ പർവ്വതത്തിന്റെ താഴ്വരയിൽ 40 ദിവസവും രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധിയിൽ അവനിരുന്നു. മോശയോടൊപ്പം ആമേൻ സ്തോത്രം യോശുവയും താഴെ ഇരുന്നു. അഹരോനും ഹൂരും ഹല്ലേലൂയ പാളയത്തിൽ വന്നു. സ്തോത്രം. അവിടെ ഹല്ലേലൂയ ദൈവ തേജസ്. കഴിഞ്ഞ ആഴ്ചത്തെ ചിന്ത മറക്കണ്ട. കഴിഞ്ഞ ആഴ്ച 9 പേർ താഴെ, 3 പേർ ദൈവത്തോടൊപ്പം. മുകളിൽ ഹല്ലേലൂയ അവിടെ ഇന്ന് ഈ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മോശ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവവുമായി സംസാരിക്കുന്നു. കൽപ്പനകൾ കൈമാറുന്ന ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുമ്പോൾ ബൈബിൾ പറയുന്നു, താഴെ ജനം ആമേൻ തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന വേദപുസ്തകം എഴുതിയിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണമേ. കഴിഞ്ഞ ആഴ്ചത്തെ ചിന്തയോട് ചേർന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരുവൻ ഹല്ലേലൂയ ദൈവ മഹത്വത്തിലിരിക്കുന്നു, അവനോടൊപ്പം മറ്റൊരുവൻ ദൈവത്തിന്റെ സാന്നിധ്യം ലഭിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവൻ ആമേൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാളയത്തിൽ ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാനായി എഴുന്നേറ്റു. അതിന്റെ ആശയങ്ങൾ വിശദീകരിക്കാൻ ഒത്തിരി സമയം വേണം. ഞാൻ മുമ്പ് പറഞ്ഞു, വെറുതെ കളിക്കുകയല്ല, അത് അവരുടെ മനോഭാവം.
ദൈവത്തെ മറന്നു, കുത്തുവിട്ട ജീവിതം നടത്തിയ ദൈവത്തെ മറന്നു, പ്രമാണങ്ങൾ മറന്നു. അവർ അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവം വേണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നവർ, നേതൃത്വത്തിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കണം. ജനത്തിനറിയാം ആരെടുത്ത് ചെന്നാൽ കാര്യം നടക്കുമെന്ന്. അവൻ കൃത്യതയോടെ വന്ന് അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ വേണം, കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം. സ്തോത്രം. ഞങ്ങളെ നടത്തിയ മോശയെ അറിയിച്ചില്ല. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ജനത്തിന്റെ ഹൃദയം ഇപ്പോഴും ദൈവത്തിൽ ഉറച്ചില്ല. തക്കം കിട്ടിയപ്പോൾ അവർ ദൈവത്തെ ഉണ്ടാക്കി. അഹരോൻ പറഞ്ഞു, കാതിലെ കുണുക്കുകൾ കൊണ്ടുവാ. അവൻ ഹല്ലേലൂയ മേടിച്ചു, അതിന് ഭാഷ വരുത്തി. നമുക്കറിയാം, കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇപ്പൊ കാളക്കുട്ടിയുടെ ചുറ്റും ദൈവജനം ചുറ്റി നടന്ന് ആരാധിക്കുക, യഹോവ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്. എന്റെ ഭാഷ പറഞ്ഞാൽ ആ കാളക്കുട്ടിയുടെ ചുറ്റും നിന്നുകൊണ്ട് യഹോവ ഇരേ ഇരേ, ചൺമക്കൾക്കായി കരുതും ദൈവം ഉന്നതമായി, ആകുലമോ ഇനിയും യഹോവ ഇരേ എന്ന് പാടി. എന്തിനാ പാട്ട് ഞാൻ പറഞ്ഞു? നമുക്കറിയാന്നുള്ള പാട്ടാ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമൊക്കെ ദൈവത്തിന്റെ പേരുണ്ടെങ്കിലും അവിടെ എത്തുന്നുവോ, ദൈവം സ്വീകരിക്കുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു വിഷയത്തിന്റെ അകത്ത് അവർ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുക. സ്തോത്രം. നോക്ക്, സ്തോത്രം. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവദാസന് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് തീരുമാനം മാറ്റരുത്. ദൈവസഭ ശ്രദ്ധിക്കേണ്ട വിഷയമാ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, നിങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നാൽ, ഈ അഹരോന്മാരെല്ലായിടും ഉണ്ട്. സ്തോത്രം. അവരുടെ ഹല്ലേലൂയ അവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏത് കാര്യം പറയാം, അത് സാരമില്ല, അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പണിയുന്നവരെ കണ്ടിട്ടില്ലേ? സ്തോത്രം. മൊത്തം കുളമാകും, നശിക്കും. സ്തോത്രം. അങ്ങനെയല്ല. പ്രമാണമാണ്. സ്തോത്രം. അഭിഷക്തനെ അല്പസമയം കാണാതായപ്പോൾ പുതിയ ഒരു ഹല്ലേലൂയ സംഭവം അവിടെ രൂപപ്പെട്ടു. ഇന്നും സംഭവിക്കുന്ന വലിയ കാര്യങ്ങളാണത്. ആരാധന എന്ന് പറയുന്നത് എല്ലാം ആരാധന അല്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൈവസഭ ശ്രദ്ധിക്കണം. ദൈവസഭ കരുത്തോടെ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് പോകണം. കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. നീ മാറി മറിഞ്ഞാൽ നിന്നോടൊപ്പം മാറി മറിയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. നീ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയ ഉടൻ എന്നാ പിന്നെ കാളയാണെങ്കിൽ യഹോവ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. സ്തോത്രം. ഇവൻ ഹല്ലേലൂയ പെട്ടെന്നൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ദൈവം നടത്തിയ കരുതിയ വിധങ്ങളെ മറന്നു, സർവശക്തനെ മറന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ദൈവത്തെ അറിഞ്ഞാരാധിക്കണം. 3 ദിവസം കർത്താവിനെ ആരാധിച്ചിട്ട് 4ന്റെ അന്ന് വീണ്ടും മാറി ജഡപ്രകാരമുള്ള ആരാധനയിലേക്ക് പോകരുത്. ജീവനുള്ള ദൈവത്തെ കണ്ടെങ്കിൽ, ആത്മാവിലെ സത്യത്തിലെ ആരാധന അനുഭവിച്ചെങ്കിൽ, പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ അതും ഇതും എന്ന ക്രമത്തിൽ പോയാൽ നിന്റെ ദൈവം ഹല്ലേലൂയ മറക്കത്തില്ല, ക്ഷമിക്കത്തില്ല എന്ന തിരിച്ചറിവോടെ നിന്നെ വിളിച്ചതിനൊത്തവണ്ണം കരുത്തോടെ നിന്ന് കർത്താവിനെ സേവിക്കണം. സ്തോത്രം. ദൈവം തന്ന ദൈവ കൃപയിൽ നിന്ന് ഇളകാതെ നിന്ന് കർത്താവിനെ സേവിക്കണം. സ്തോത്രം. പല കാര്യങ്ങൾ നടക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സഭ. ഇവർ ഹല്ലേലൂയ തിന്നാനും കുടിക്കാനും എഴുന്നേറ്റു, കളിപ്പാൻ എഴുന്നേറ്റു. താഴ്വര ഞാൻ പറഞ്ഞു, എപ്പോഴും കളിയാണ്, എപ്പോഴും ശരിയാണ്. അവിടെ ഒരു വലിയ സമൂഹം കാണും, പല പദ്ധതികൾ അവിടെ തയ്യാറാകും. അതാ താഴ്വര. പക്ഷെ നിങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ നോക്കിയാൽ ദൈവത്തിന്റെ തേജസ് ഒരുത്തൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവ തേജസ് അനുഭവിക്കുമ്പോൾ തന്നെയാണ് താഴെ ഇത്ര കണ്ട് പ്രശ്നമുണ്ടാകുന്നത്. നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നേ? നിങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഇരിക്കുക. ആമേൻ. സ്തോത്രം. ദൈവം തരുന്ന ചിന്തകളാണ് ഞാൻ പറയുന്നത്. വളരെ ഗൗരവത്തോടെ ആത്മാവ് ഇടപെട്ട ചിന്തകളാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇതിൽ രണ്ടിൽ എന്താ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? എപ്പോഴും നമ്മൾ ഹല്ലേലൂയ ശ്രദ്ധിക്കണം. ഇവിടെ ഹല്ലേലൂയ ഒന്ന് ക്ഷമയോടെ നിൽക്കാൻ അഹരോൻ പറഞ്ഞാൽ ആ ജനം ഹല്ലേലൂയ അങ്ങനെ ഒരു പാപത്തിലേക്ക് പോകത്തില്ല. അത് പിന്നത്തേതിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ ഒരുവൻ ഹല്ലേലൂയ ഈ കളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ സാന്നിധ്യത്തിലിരുന്നു. ദൈവം അത് കണ്ടു. തിരഞ്ഞെടുപ്പ് വന്നപ്പോ മറ്റാരുടെയും പേരിലേക്ക് പോയില്ല, കുടുംബം നോക്കിയില്ല, പാരമ്പര്യം നോക്കിയില്ല. സ്തോത്രം. ഒരു എന്തോ പറയേണ്ടത്, മാനുഷികമായ നിലയിലെ നറുക്കെടുപ്പുകൾ ഒന്നുമില്ല. സ്വർഗം കണ്ടേച്ചു പറഞ്ഞു, നീ അവനെ വിളിച്ച് തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അടുത്ത ശുശ്രൂഷ ഏൽക്കേണ്ടത് സ്തോത്രം ആരെന്ന് ദൈവം നിർണയിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ദൈവം ഹല്ലേലൂയ തിരഞ്ഞെടുത്തതല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തെ ഇന്ന് പകലും കാണുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകലും നമ്മുടെ ജീവിതത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഓരോ ദിവസവും കാണുന്ന ഒരു കർത്താവുണ്ട്. അത് നിത്യയിലെത്തുമ്പോൾ പ്രതിഫലമാണെങ്കിലും ഈ ഭൂമിയിൽ ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നത്, ഈ ഭൂമിയിൽ നമ്മെ എന്തെങ്കിലും കർത്താവ് ആക്കുന്നതിന് അടിസ്ഥാനമുണ്ട്. വെറുതെ നടക്കത്തില്ല. ഇതൊരു വലിയ സന്തോഷം തരേണ്ട ദൂത. കാര്യം എന്താണെന്നറിയാമോ? ആർക്കും ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നേ. സ്തോത്രം.
നമുക്ക് മനസ്സുണ്ടെങ്കിൽ. അതുകൊണ്ട് ഹല്ലേലൂയ അവസരം കിട്ടിയാൽ കാളക്കുട്ടി ഉണ്ടാക്കരുത്. അവസരം കിട്ടിയാൽ ഹല്ലേലൂയ കളിക്കാനും തിന്നാനും കുടിക്കാനും ഒറ്റ നിമിഷം കൊണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന, തിന്നുന്നതും കുടിക്കുന്നതല്ല പ്രശ്നം. ജനം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രമാണം വിട്ട് അവരുടെ വഴിയെ പോയി ക്ഷണത്തിൽ അവർ ഹല്ലേലൂയ ദൈവത്തെ പോലും മാറ്റത്തക്ക മനോനില ഉണ്ടായി. നിങ്ങൾ ഒരു ചുവട് ബാക്കിലേക്ക് പോയാൽ 10 ചുവട് പിശാച് വലിച്ചുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയണം. ഇവിടെ ആമേൻ ഹല്ലേലൂയ അനുസരണം എന്നത് വളരെ ഹല്ലേലൂയ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. ഹല്ലേലൂയ നീ ആമേൻ സ്തോത്രം ആമേൻ മോശയോട് ദൈവം പറഞ്ഞത്, നീ ഹല്ലേലൂയ പർവ്വതത്തിൽ ഇനി കയറണ്ട, പകരം മറ്റൊരുത്തനുണ്ട്, യോഗ്യതയുള്ള ഒരുവനുണ്ട്, അവനെ വിളിക്ക്, അവനെ അഭിഷേകം ചെയ്യ്. നോക്ക്, ദൈവത്തെ അനുസരിക്കാത്ത ഒരുത്തനെ ദൈവം നീക്കിയേച്ച് മറ്റൊരുത്തനെ ദൈവം കൊണ്ടുവരിക. യോശുവ അനുസരിച്ചില്ലെങ്കിൽ യോശുവയുടെ അവസ്ഥ അതാ. നിങ്ങൾ ഹല്ലേലൂയ ഗൗരവത്തോടെ ഇന്ന് പകൽക്കാലം ചിന്തിക്കണം. ഞാനിത് നിങ്ങൾ വളരെ ശാന്തമായി മനസ്സിലാകുന്നു ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ബോധ്യം, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്കും ദൈവം ഹല്ലേലൂയ ഒരുക്കിയ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഭാഷയിൽ ദൈവം വിളിച്ച വേലയ്ക്കായി ചിലതിൻ്റെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ അഭിഷേകവും നിയോഗവും തരാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ഇരിക്കുന്നതിന്റെ 90% ആൾക്കാരുടെ അകത്ത് ഇതൊരു ചലനമുണ്ടാക്കിയില്ലെങ്കിൽ, ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ തൊടുന്നു, ഇടപെടുന്നു എന്ന് തോന്നിയാൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അസാധാരണമായ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീഴും. സ്തോത്രം. ഇതിന്റെ അകത്ത് നിന്ന് ഹല്ലേലൂയ ശോഭയോടെ എഴുന്നേൽക്കാൻ കർത്താവ് നിനക്ക് കൃപ നൽകും. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ആമേൻ സ്തോത്രം വിലയിരുത്തണം ഈ സന്ദേശത്തെ. വളരെ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. നമ്മൾ അറിയാത്ത നിലകളിൽ ഹല്ലേലൂയ മുമ്പിലേക്ക് പോകുമ്പോൾ ആമേൻ സ്തോത്രം നമ്മളെ വ്യക്തതയോടെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയണം. നിന്നോട് കൽപ്പിക്കാൻ പറഞ്ഞാൽ നീ കൽപ്പിക്കണം. സ്തോത്രം. അവിടെ നീ അടിച്ചാൽ അത് ഹല്ലേലൂയ വിഷയമാണ്. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ, അത് പ്രാർത്ഥനയാണെങ്കിലും അത് ഉപവാസമാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും ഏത് കാര്യവും കർത്താവ് ആമേൻ പറഞ്ഞ അളവിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദൈവം അതിനെ മാനിപ്പാനും അനുഗ്രഹിപ്പാനും ഇടയായി തീരും. സ്തോത്രം. ഇസ്രായേൽ ജനവുമായുള്ള ബന്ധത്തിൽ അനുസരണക്കേടിനെ കുറിച്ച് 81-ാം സങ്കീർത്തനം നിങ്ങൾക്ക് വായിച്ചാൽ ചില കാര്യങ്ങൾ പിടികിട്ടും. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിത് ഇതിനകത്തു നിന്ന് പറയുന്നത്. സ്തോത്രം. 81-ാം സങ്കീർത്തനം വായിച്ചാട്ടെ, അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേൽത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ അനുസരണക്കേട് നിങ്ങൾ മുമ്പിലേക്കുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അവരെക്കുറിച്ച് ദൈവം പറയുന്നത്, ഈ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം വളരെ ശോധന ചെയ്യപ്പെടണം. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തെ കൂട്ടാക്കിയാണോ ജീവിക്കുന്നത്? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവം തരുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരാണോ? ദൈവത്തെ കൂട്ടാക്കുന്നവരാണോ? പലപ്പോഴും അനുസരിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തെ കൂട്ടാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഹല്ലേലൂയ ഒരു വളരെ ഗൗരവമുള്ള വിഷയം. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ദൈവം ചെയ്ത ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വളരെ ആഴത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ഒരു വിഷയമാണ്. ദൈവം എന്ത് ചെയ്തു? സ്വന്തം ആലോചന പോലെ നടക്കാൻ ദൈവം അവർക്ക് അനുവാദം കൊടുത്തു. ദൈവം അങ്ങ് ഏൽപ്പിച്ചു. ഇപ്പൊ ഈ ജനം നടക്കുന്നത് സ്വന്തം ആലോചന പോലെയാ. അവരാലോചിക്കുന്ന അവരുടെ ആലോചനയ്ക്കനുസരിച്ച് അവർ ജീവിക്കും. അതിനകത്ത് ദൈവവചനോ പ്രമാണമോ ഒന്നുമില്ല. അവരുടെ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കാൻ ദൈവം അനുവദിച്ചു. റോമാലേഖനത്തിലും ഇതേ കാര്യം നിങ്ങൾക്ക് കാണാം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനൊത്തവണ്ണം ഉചിതമല്ലാത്തത് ചെയ്യാൻ അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. അവർ നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ ഉചിതമല്ലാത്തത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജനമായി പോയാൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഈ കൂട്ടർക്ക്, ഇങ്ങനെ ദൈവം തള്ളിയ കൂട്ടർക്ക് ഇന്നത്തെ പ്രസംഗവും പ്രയോജനമല്ല.
ഒരു കാലത്തിലും ഇങ്ങനത്തെ പ്രസംഗം ഈ വിധത്തിൽ ദൈവം തള്ളിക്കളഞ്ഞവർക്ക് പ്രയോജനമല്ല. എങ്ങനെയാ? സ്വന്തം ആലോചന പ്രകാരം നടക്കാൻ വിട്ടുകളഞ്ഞൊരു സമൂഹമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ. സ്തോത്രം. നമുക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളും കേൾക്കണം ഞാൻ പറയുന്നത്. സഹോദരന്മാർ കേൾക്കണം, സഹോദരിമാർ കേൾക്കണം. ഒരു വലിയ സമൂഹം ഇന്ന് നടക്കുന്നത് സ്വന്തം ആലോചന പ്രകാരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം എങ്ങനെയായിരിക്കണം അവർക്കൊരു ധാരണയുണ്ട്. ദൈവം എങ്ങനെയായിരിക്കണം അവർക്കൊരു ധാരണയുണ്ട്. ദൈവമെങ്കിൽ ഇങ്ങനെ. സ്തോത്രം. അപ്പൻ എങ്ങനെയായിരിക്കണം അവർക്കൊരു ധാരണയുണ്ട്. അമ്മ എങ്ങനെയായിരിക്കണം അവർക്കൊരു ധാരണയുണ്ട്. പാസ്റ്റർ എങ്ങനെയായിരിക്കണം അവർക്കൊരു ധാരണയുണ്ട്. ആ ധാരണയ്ക്കനുസരിച്ച് അവർ ജീവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം എങ്ങനെയായിരിക്കണം. സ്തോത്രം. ബൈബിൾ വായിച്ചോ അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റൊരിടത്തു നിന്നുള്ള അറിവല്ല. അവരുടെ അകത്തൊരു ധാരണയുണ്ട്. ദൈവമാണെങ്കിൽ ഇങ്ങനെയായിരിക്കണം. സ്തോത്രം. പാസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അപ്പനാണോ ഇങ്ങനെ ആയിരിക്കണം. അമ്മയാണോ ഇങ്ങനെ ആയിരിക്കണം. എന്താ അതിന്റെ മാനദണ്ഡം? എന്താ അതിന്റെ അടിസ്ഥാനം? അത് ഞങ്ങളുടെ സ്തോത്രം ചിന്താഗതി. മറ്റെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ബൈബിൾ അടിസ്ഥാനമുണ്ടോ? വചനത്തിന്റെ അടിസ്ഥാനമുണ്ടോ? ഏതെങ്കിലും അറിവുള്ളവർ പറഞ്ഞതാണോ? അനുഭവസ്ഥരുടെ അനുഭവമുണ്ടോ? ഇതൊന്നും ഹല്ലേലൂയ കൂട്ടാക്കച്ചില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? സ്വന്തം ധാരണയ്ക്കനുസരിച്ച് പോകുന്നവർ. ഹല്ലേലൂയ. ഇവിടെ ബൈബിൾ പറയുന്ന അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കുന്നു. നമ്മുടെ ആലോചന അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് വലിയ അബദ്ധമാണ്. ദൈവം നമ്മെ അങ്ങനെ തള്ളിക്കളയാൻ ഇടവരരുത്. പക്ഷെ അനുസരണക്കേടുകൾ പെരുകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന്, നിന്റെ ആലോചനയ്ക്കൊത്തവണ്ണം ജീവിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചോ മറിച്ചോ നീ ചെയ്തോ, എങ്ങനെ വേണോ ചെയ്തോ, ദൈവം തള്ളിക്കളയുന്ന ഒരു അനുഭവം വരും. പക്ഷെ ഞാൻ പറയട്ടെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവം എന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയുന്നതും വിലയിരുത്തുന്നതും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരു വിഷയത്തെ നമ്മൾ ഹല്ലേലൂയ സംഗ്രഹിക്കേണ്ടത്, ഒരു വിഷയത്തെ തിരിച്ചറിയേണ്ടത് സ്വന്തമായ ഹല്ലേലൂയ വിവരം കൊണ്ടല്ല, ധാരണ കൊണ്ടല്ല, സ്വന്തം ബുദ്ധി കൊണ്ടല്ല, സ്വന്തം വിവേകം കൊണ്ടല്ല, മറിച്ച് ദൈവത്തെ മനസ്സിലാക്കേണ്ടത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ തിരുവചനത്തിൽ എന്ത് പറയുന്നു അതിനകത്തുനിന്ന് ദൈവത്തെ മനസ്സിലാക്കുക. സ്തോത്രം. പിതാവിനെ കുറിച്ച് മാതാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. സ്തോത്രം. നമ്മളുടെ ധാരണകൾ ശരിയാകണമെന്നില്ല. പാസ്റ്റർ എങ്ങനെയാ? അത് വളരെ എനിക്ക് പറയാൻ ഉത്സാഹമുള്ള വിഷയമാണ്. ഒരു ദൈവദാസൻ എന്ത്? അതിന്റെ മാനദണ്ഡം നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്? സ്വന്തം ആലോചനയ്ക്കനുസരിച്ച് കാര്യങ്ങളെ ദൈവത്തെയും സാഹചര്യത്തെയും കൊണ്ടുവരാൻ പറഞ്ഞാൽ നടക്കച്ചില്ല. ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ അനുസരണക്കേടുകൾ, കാരണം അതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് അനുസരണക്കേടുകളാണ്. അനുസരണക്കേടുകൾ നമ്മെ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകറ്റുകളയും. സ്വന്തം ആലോചന പോലെ നടക്കാൻ ഇവരെ മാനസാന്തരപ്പെടുത്താനോ തിരുത്താനോ കഴിയച്ചില്ല. എന്ത് പറഞ്ഞാലും അവർ അവരുടെ അളവുകോലെന്ന് പറയുന്നത് അവരുടെ ഹല്ലേലൂയ സ്വയ ആലോചനകളായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മാവിൽ വളരുന്നവരെങ്കിൽ, ആത്മീകത്തിൽ വളരുന്നവരെങ്കിൽ നിങ്ങൾക്കുള്ള തിരിച്ചറിവ് എവിടെ നിന്നെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കുണ്ടായ തിരിച്ചറിവ്, നിങ്ങൾക്കുണ്ടായ തോന്നൽ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവമെന്ന് ഇന്ന് പകൽക്കാലം ശോധന ചെയ്യണം. അച്ചിരിക്കുക പറഞ്ഞപ്പോ അവൻ ഏതാണ്ട് പിടികിട്ടുന്നതാ തോന്നുന്നേ. എവിടെ നിന്നാ ഉത്ഭവം? അത് ഞാൻ പറയുന്നില്ല. എന്റെ ധാരണ ആത്മീയത്തെ കുറിച്ച് ഞാൻ പറയുന്ന ധാരണ എനിക്ക് എവിടെ നിന്നാ കിട്ടിയേ? വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നിങ്ങൾ പറയുന്ന ഉപദേശങ്ങൾ, രക്ഷാസ്നാന, അഭിഷേകം, ഇതൊക്കെ ബൈബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ പറയുക. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ഹല്ലേലൂയ ജീവിക്കുന്ന ജീവിത രീതി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കാരണം രക്ഷയും സ്നാനവും കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുക. നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് നിങ്ങളൊരു കാര്യത്തെ വിലയിരുത്തുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ അകത്തൊരു ധാരണ ഒരു വിഷയത്തെ കുറിച്ചുണ്ടെങ്കിൽ എന്റെ ചോദ്യം, അതിന്റെ ഉത്ഭവം എവിടെ നിന്നാ? നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യം, നമ്മൾ തർക്കിക്കുന്ന വിഷയത്തിന്റെ ഉത്ഭവം എവിടെന്നാ? തീർത്തും അത് ദൈവത്തിൽ നല്ലെങ്കിൽ തിരുവചന പ്രകാരം മനസ്സിലാക്കി അതിനെ ഡിലീറ്റ് ചെയ്തേച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് ആരാഞ്ഞറിഞ്ഞ് ആ അടിസ്ഥാനത്തിന്റെ മേൽ പണിയാൻ തയ്യാറല്ലെങ്കിൽ ഒരു വലിയ പരാജയം സംഭവിക്കും. ഞാൻ 100 കണക്കിന് കുഞ്ഞുങ്ങളോടും വ്യക്തികളോടും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വിഷയം ഞാൻ പറയുന്നേ. അവരുടെ അതിനകത്ത് നല്ല വിശുദ്ധരെന്ന് പറയുന്നവർക്കുണ്ട്. അവർ വിലയിരുത്തുന്നത് നമുക്കൊരു രസമാണ്. അപ്പോഴേ സ്തോത്രം, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ ചോദിച്ച് നടക്കാം. പക്ഷെ നീ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? വളരെ ഗൗരവമുള്ള വിഷയം ഞാൻ പറയുന്നേ. ദൈവം ഇത് കണക്കിടും. അതിനകത്ത് ബൈബിൾ അടിസ്ഥാനമായിരിക്കണം. ആത്മീക വിഷയത്തിന് ബൈബിൾ അടിസ്ഥാനമായിരിക്കണം. അറ്റ്ലീസ്റ്റ് ആദ്യം ദൈവത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ തപ്പി നോക്കണം. ദൈവദാസൻ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വിഷയങ്ങൾ. പിതാവ് മാതാവ് എങ്ങനെ, അത് അങ്ങനെ തന്നെയാണോ എന്ന് നോക്കണം. അതിനപ്പുറത്ത് വെളിയിൽ നിന്ന് നമുക്ക് വരുന്ന ഘടകങ്ങളെ നമ്മൾ എടുത്തു വെച്ചുകൊണ്ട്
ആമേൻ ഹല്ലേലൂയ പൊതുവിലൊരു തത്വം ഉണ്ടാക്കി വെച്ച് ആ തത്വത്തിനനുസരിച്ച് ബൈബിൾ ചലിക്കണം, കാര്യങ്ങൾ ചലിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർത്താവിനെ കണ്ടെത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ യുവന തലമുറയ്ക്ക് കർത്താവിനോട് അടുക്കാൻ പറ്റാത്തത്. അവരെല്ലാവരോട് എതിർത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അവർ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം, അവർ വിചാരിക്കുന്നത് പോലെ നടക്കത്തില്ല. ഈ ബൈബിൾ നിങ്ങൾ വിചാരിക്കുന്നൊത്തോണം വരത്തില്ല. നിങ്ങളുടെ ആലോചനയ്ക്ക് ഒത്തവണ്ണം ഈ ബൈബിൾ ചലിക്കത്തില്ല. നിങ്ങളുടെ ആലോചനയ്ക്ക് ഒത്തവണ്ണം കർത്താവ് ചലിക്കത്തില്ല. കർത്താവ് തൻ്റെ തീരുമാനങ്ങളെ മാറ്റത്തില്ല, വചനത്തെ മാറ്റത്തില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി പ്രാർത്ഥിക്കുന്നവർ തിരിച്ചറിയണം, ശുശ്രൂഷിക്കുന്നവർ തിരിച്ചറിയണം. നമ്മുടെ ഹല്ലേലൂയ ധാരണകളെ ആമേൻ സ്തോത്രം നമ്മൾ ശോധന ചെയ്യണം. ഇവിടെ ഹല്ലേലൂയ വളരെ ഗൗരവത്തിൽ തിരിച്ചറിയണം. ദൈവം ഇങ്ങനെ കൈവിട്ടാൽ, സ്വന്തം ആലോചന പ്രകാരം നടക്കാൻ ദൈവം ഏൽപ്പിച്ചാൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലില്ല, മടങ്ങി വരവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അവന്റെ ആലോചന ശരിയെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കും, അവൻ ആരാധിക്കും, അവൻ ഉപവസിക്കും. പക്ഷേ നിത്യതയിലെത്തുമ്പോൾ അവൻ അവിടെ കാണുന്നില്ല. സ്തോത്രം. മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. അനുസരണക്കേട് വളരെ ഹല്ലേലൂയ ആമേൻ ദൈവം വിലയിടും. പക്ഷേ 13-ാമത്തെ വാക്യം ദൈവം വിളിക്കുക, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ ആഗ്രഹം അതാ. ഈ സന്ദേശം കേൾക്കുമ്പോഴും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് കണ്ട എല്ലാവരും അനുസരണക്കേടുള്ളവരെ പോലെയാണ്. പക്ഷെ ഞാൻ പറയുന്ന സന്ദേശത്തിനകത്ത് എനിക്കറിയാം ആഴമായ ഒരു ചിന്ത കിടപ്പുണ്ട്. ചിലരെങ്കിലും ജീവിക്കുന്നത്, ആത്മീക ജീവിതത്തെ നയിക്കുന്നത് സ്വന്തം ആലോചന പോലെയാ. സ്വന്തം ആലോചന അനുസരിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് മറ്റൊന്നിന്റെ അടിസ്ഥാനമില്ല. അവർ ആരോടും അനുഭവസ്ഥരോട് അവർ ചോദിച്ചിട്ടില്ല. അതൊക്കെ പുച്ഛമാണ്. ഇന്നലത്തെ അനുഭവസ്ഥരുടെ അനുഭവങ്ങൾ പുച്ഛമാണ്. സ്തോത്രം. ദൈവം ഉപയോഗിച്ചവരെ അവർ നോക്കുന്നില്ല, അവർ നടന്ന വഴി തിരഞ്ഞെടുക്കുന്നില്ല, ബൈബിൾ നോക്കുന്നില്ല. പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് പലരും ദൈവവിശ്വാസം വിട്ടു പോലും പോകുന്നത്. ഒരു അടിസ്ഥാനത്തിന് മേൽ പണിയാൻ തയ്യാറാകണം. സ്വന്തം ആലോചനകൾ അബദ്ധമാണ്. ദൈവം തരുന്ന വചനം, കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ മുമ്പിലേക്ക് പോയാൽ കർത്താവ് നമ്മെ മാനിക്കും. സന്തോഷമുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് കരമുയർത്തി സ്തുതിച്ചേ. ഇതിനൊക്കെ നല്ല സപ്പോർട്ട് തരേണ്ടതാണ് നിങ്ങൾ. ഹല്ലേലൂയ. പിന്നെ കേട്ട് ഗ്രഹിക്കുന്നവരായിരിക്കും. കഴിഞ്ഞ ആഴ്ച കേട്ടത് ഞാൻ ചോദിച്ചാൽ അറിയാം ഇപ്പൊ എത്രമാത്രമാണ്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെയാണ് നിങ്ങൾ ഇരുന്നത്. മറന്നു പോകരുതേ. വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമാണ്. ഒന്ന് ശോധന ചെയ്തിട്ട് പറ, കർത്താവേ ഞാൻ എൻ്റെ ആത്മീക ജീവിതത്തെ എൻ്റെ ആലോചനയ്ക്ക് അനുസരിച്ച് പോകത്തില്ല. എല്ലാവരുടെ മനസ്സിനകത്ത് ഒരു മതിൽക്കെട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിനകത്തും കാര്യം ഇതാണ് ശരി, ഇതാണ് ശരി, അതനുസരിച്ചാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത്. അത് ശരിയല്ല എങ്കിൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശരികളെ നമ്മൾ ഹല്ലേലൂയ പണിതു വച്ചത്? അതിനൊരു അടിസ്ഥാനമില്ലെങ്കിൽ ഒരു ദിവസം അത് പൊളിയും. ആമേൻ. നിന്നെ ഹല്ലേലൂയ ദൈവം കൈവിടുമെന്ന് തിരിച്ചറിയണം. മറിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ സ്തോത്രം, കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാനിടയായി തീരും. ഇന്നലകളിൽ ഉണ്ടായിരുന്നത് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറ ഇന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? അത് ശരിയാണോ? ഇത് ശരിയാണോ? കുഞ്ഞെ, അങ്ങനെ ഒരു തലമുറയാണ് നേരാം വണ്ണം ജീവിച്ച് നേരാം വണ്ണം ഒരുക്കപ്പെട്ട് നമ്മെ ഇതുവരെ എത്തിച്ചതെന്ന യാഥാർത്ഥ്യമെങ്കിൽ ഹൃദയത്തിനകത്തുണ്ടാകണം. ഇന്നതിനെ കുത്തിപ്പൊളിക്കുന്നവർ നാളെയുടെ തകർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഗൗരവത്തോടെ തിരുവചന സത്യത്തിലേക്ക്, ഗൗരവമുള്ള ഹല്ലേലൂയ ആത്മീക അനുഭവങ്ങളിലേക്കും വരണം. നല്ല അനുഭവങ്ങളിൽ കൂടെ കടന്നു വന്നവരെ കുറിക്കൊള്ളാൻ പഠിക്കണം. അവരുടെ അനുഭവങ്ങൾ ജീവിതത്തിന് പ്രയോജനമാകും. സ്തോത്രം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം അടിസ്ഥാനപരമായി നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ഈ വചനം ഞാൻ വീണ്ടും പറയാം. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ലേ? എൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കാം. അവിടെ മറുത്തൊരു സ്വരത്തിന് സ്ഥാനമില്ല. അത് പറയാൻ നീ ആര്, അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് നമുക്ക് പോകാം. ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ അഭിപ്രായപ്പെടുന്ന ആത്മീക വിഷയങ്ങളിൽ, നിങ്ങൾ ഹല്ലേലൂയ സങ്കല്പിക്കുന്ന വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നതെന്ന് വളരെ ഗൗരവമാണ്. നിങ്ങളത് ഹല്ലേലൂയ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ വാക്കിനും ഓരോ പ്രവർത്തിക്കും നിന്റെ ധാരണ അനുസരിച്ച്, നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ചെയ്യുന്നതിന് ദൈവം വിലയിടുന്നുണ്ട്, കണക്കിടുന്നു. അതുകൊണ്ടാണ് കൽപ്പിക്കാൻ പറഞ്ഞവൻ 2 വട്ടം അടിച്ചപ്പോൾ പറഞ്ഞു, നീ ഇനി കനാൻ നാട് കാണണ്ട. കർത്താവ് അവിടെ ഇടപെടുമെന്ന് തിരിച്ചറിയണം. ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമുക്ക് പ്രതികൂലമാകാതെ അനുകൂലമായി വരച്ചക്കവണ്ണം സ്വന്തം വിവേകത്തിലൂന്നാതെ, സ്വന്തം ആലോചന പോലെ നടക്കാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. സ്തോത്ര. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനൊത്തവണ്ണമാണ് ഉചിതമല്ലാത്ത ചെയ്യാൻ ദൈവം നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചത്. റോമാലേഖന. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ അങ്ങനെ ദൈവം ഏൽപ്പിച്ചത്? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ താല്പര്യമില്ല. പ്രിയരെ, കേൾക്കുന്ന വചനത്തിനൊത്തവണ്ണം
തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. നല്ല ദൈവത്തെ വിട്ടുകളയാതിരിപ്പാൻ നമ്മൾ ഉത്സാഹിക്കണം. ഇവിടെ ദൈവം പറയും, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവർ കീഴടങ്ങുമായിരുന്നു. എന്നാൽ അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവർ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഈ നശിച്ചു പോകുന്ന ജനത്തോടുള്ള ദൈവത്തിന്റെ ആഗ്രഹം, അവർ എന്നെ അനുസരിക്കാൻ തയ്യാറായെങ്കിൽ ഇതല്ല അവരുടെ ജീവിതം. അവരുടെ ഹല്ലേലൂയ ഇഷ്ടങ്ങൾ മാറ്റിവച്ചേച്ച് എൻ്റെ കൽപ്പന അനുസരിച്ച് വിവേകത്തോടെ ഞാൻ പറഞ്ഞതനുസരിച്ച് നടക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ആഗ്രഹമാണ് സ്തോത്രം മേച്ചരമായ ഗോതമ്പ്, ആമേൻ, സ്തോത്രം, പാറയിൽ നിന്നുള്ള തേൻ. അതൊക്കെ അന്നത്തെ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ തൻ്റെ ജനത്തിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. ആമേൻ, സ്തോത്രം. ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു ശത്രുവിനും ദൈവജനത്തിന് മുമ്പാകെ നിൽക്കാൻ അധികാരം ദൈവം കൊടുത്തിട്ടില്ല. ഒരു ശത്രുവിന് നമ്മെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു നന്മയും നമ്മിൽ നിന്ന് അപകരിപ്പാൻ ശത്രുവിന് പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവം അയ്യോ എന്ന് വിളിച്ചു പറയും, അയ്യോ എൻ്റെ ജനം ഒന്നനുസരിച്ച്. ഈ സന്ദേശം കേൾക്കുമ്പോഴെങ്കിലും ഒരു മാനസാന്തരം വന്നെങ്കിൽ. എവിടെയാ മാനസാന്തരം? നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. ഇവരോട് പറഞ്ഞതനുസരിച്ച് അവരും ചെങ്കടൽ കടന്ന് അത് നടക്കുന്നവരാ. പക്ഷെ അതിൻ്റെ അകത്ത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയത്തെ ഞാൻ തൊടുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ദൈവസന്നിധിയിൽ വന്നിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അകത്ത് ഈ പ്രമാണം വിട്ട് നമ്മുടെ ധാരണയ്ക്കനുസരിച്ച് പോയാൽ അത് വളരെ ഹല്ലേലൂയ ദോഷം ചെയ്യും. നമ്മെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. സ്തോത്രം. നമുക്ക് ചിലപ്പോൾ തോന്നും, ആമേൻ, സ്തോത്രം, നമ്മൾ ഉപദേശങ്ങൾ വരുമ്പോൾ അങ്ങനെ സ്നാനപ്പെട്ട കുഴപ്പമുണ്ടോ, ഇങ്ങനെ സ്നാനപ്പെട്ട കുഴപ്പമുണ്ടോ? പറഞ്ഞതുപോലെ ചെയ്താൽ ദൈവം അംഗീകരിക്കും. നീ കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഉപദേശത്തോട് കൂട്ടരുത്, ഉപദേശത്തോട് കുറയ്ക്കരുത്. അത് നിന്റെ ധാരണയാണ്. ആ കൂട്ടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? കുറയ്ക്കുന്നത് എന്റെ അടിസ്ഥാനത്തിലാ. അവരൊന്നും പോകത്തില്ലേ? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ ചോദിക്കുന്നേ? സ്തോത്രം. ഇവർ മാത്രമേ പോകത്തുള്ളൂ. നമുക്കിങ്ങനെ 1000 ചോദ്യങ്ങൾ. ഏതിന്റെ അടിസ്ഥാനത്തിലാ? തിരുവചനത്തിന്റെ അടിസ്ഥാനം അതിനില്ല. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ചോദ്യങ്ങളാ. ആമേൻ. കുറെ നാൾ അങ്ങനെ ചോദിക്കുമ്പോൾ, കേട്ടിട്ടും അനുസരിക്കാതെ വരുമ്പോൾ, ക്രമീകരിക്കാതെ വരുമ്പോൾ ദൈവം തന്റെ ആലോചന പ്രകാരം നടക്കാൻ നമ്മളെ അങ്ങ് അനുവദിക്കും. സ്തോത്രം. അതൊരു ഹല്ലേലൂയ പരാജയം. മറുത്ത് ദൈവം പറയുക, അയ്യോ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ അവരെ ശ്രേഷ്ഠമായി മാനിക്കുമായിരുന്നു. കുറെ അത്ഭുതങ്ങൾ, കുറെ നന്മകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഞാൻ അതൊന്നും ഹല്ലേലൂയ പറഞ്ഞ് സമയം കളയുന്നില്ല. അതനുസരിക്കുന്നവന്റെ അവകാശമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്ത് ദൈവം ചിലതിനെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ തിരഞ്ഞെടുപ്പിന്റെ അകത്ത് നമ്മൾ ഉണ്ടായാൽ അത് ഹല്ലേലൂയ അനുഗ്രഹമായി, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, സ്തോത്രം, അത്ഭുതമായി മാറും എന്ന് തിരിച്ചറിയണം. സ്തോത്രം. നോക്ക്, ആമേൻ, 40 ദിനങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൽ ഒരു ഭക്തൻ ഇരുന്നപ്പോൾ താഴ്വരയിൽ, സ്തോത്രം, ജനം നാശത്തിലേക്ക് പോയി. ദൈവത്തിന്റെ ഹല്ലേലൂയ ദൃഷ്ടി നമ്മെ കാണുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ട സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവ സാന്നിധ്യത്തിൽ കാണേണ്ട സമയത്ത് ദൈവ സാന്നിധ്യത്തിൽ കാണണം. നിങ്ങൾ ഹല്ലേലൂയ സഭായോഗം മനഃപൂർവ്വം ഒഴിവാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചില നാളുകൾ ഒഴിവാക്കി നോക്കിയേ, നിന്റെ ജീവിതം കുത്തുവിട്ട പുസ്തകം പോലെയാകും, അടിസ്ഥാനമില്ലാതെയാകും. നിങ്ങൾ നിരന്തരം വരുന്നവരായി നോക്കിയേ, അതിനെ ചേർത്ത് പണിയുന്നത് കാണാം. ഒരു ദൃഢതയും ഉറപ്പും അതിനകത്ത് വരുന്നത് കാണാം. സ്തോത്രം. ദൈവവചനം പ്രമാണിക്കാൻ തുടങ്ങി നോക്കിയേ, അസാധാരണമായി നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് കാണാം. ആമേൻ. പക്ഷെ ധാരണപ്പുറത്താണ് ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം, ധാരണപ്പുറത്താണ് ജീവിക്കുന്നത്. ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരുവചനം ഇന്ന് പകൽ കേൾക്കുന്നത് നാളിതുവരെ, ഒരു വർഷം വീണ്ടും അവസാനിക്കാൻ പോവാ. എത്ര സന്ദേശങ്ങളാ ഈ സഭയ്ക്കകത്ത് നമ്മൾ കേട്ടത്. പല ദൈവദാസന്മാരിലൂടെ, എന്നിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട എത്രയോ വചന സത്യങ്ങൾ. അതിൻ്റെ ഹല്ലേലൂയ ഒരു 10% നമ്മുടെ അകത്ത് ഗുണമായി അത് ഭക്ഷിച്ച് ആത്മാവിൽ ബലപ്പെട്ട അവസ്ഥയുണ്ടോ? സ്തോത്രം. അത് നമ്മുടെ മനോഭാവമാണ് നമ്മെ അതിൽ നിന്ന് അകറ്റിക്കളയുന്നത്. നമുക്ക് ഹല്ലേലൂയ അനുസരിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ തീരുമാനം ദൈവവചനപ്രകാരമായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ദൈവം തള്ളിക്കളയും. നമുക്ക് ഹല്ലേലൂയ വളർന്ന് കയറാനായിട്ട് പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. കാളക്കുട്ടിയുടെ ചുറ്റും ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം. സ്തോത്രം. പക്ഷെ അതിൽ നിന്ന് വേറിട്ട ഒരുത്തനുണ്ട്, അവന്റെ മേൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വന്നു. അതാ നമ്മൾ ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട് വന്നേ. അനുസരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ശ്രദ്ധിക്കണം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ച്. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്നെ ശ്രദ്ധിച്ചേ നിങ്ങൾ. ഇതാരെക്കുറിച്ചാ പറയുന്നേ? ഒന്ന് പറഞ്ഞ്, ഇതാരെക്കുറിച്ചാ പറയുന്നേ? സ്തോത്രം. ആരെക്കുറിച്ചാ പറയുന്നേ? നമ്മെക്കുറിച്ച്. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് പറയുന്നു. നിങ്ങളോ അന്ധകാരത്തിങ്കൽ നിന്ന്
അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, ദൈവത്തിന്റെ സ്വന്തം ജനം, എല്ലാവരെ കുറിച്ചുള്ള അരുളപ്പാടല്ലേ ഇത്? എന്റെ ചോദ്യം ഇതാണ്, എത്ര പേരാണ് ആ അവസ്ഥയിൽ ദൈവസഭയ്ക്കകത്തുള്ളത്? ഇത് നമ്മുടെ വിളിയായി വായിച്ചു കേട്ടെ. പരമാർത്ഥ മനസ്സിനകത്ത് ഈ ചോദ്യം വീഴണം. പരമാർത്ഥ മനസ്സ് ഉണരണം. എത്ര പേരാ അന്ധകാരത്തിങ്കിൽ നിന്ന് അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നേ? വചനം പറയുന്നു, നമ്മെ വിളിച്ചത് ഹല്ലേലൂയ അതിനാണ്. ഈ സഭ മുഴുവനും, ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സകലരോടുമുള്ള ദൈവത്തിന്റെ ദൂതാണത്. രാജകീയ പുരോഹിത വർഗം, അത് വിശദീകരിക്കേണ്ട പൗരോഹിത്യ ശുശ്രൂഷ ഇന്നതുണ്ടോ? പഴയ നിയമത്തിൽ അതല്ല, പുതിയ നിയമത്തിലുണ്ട്. ഞാൻ മുമ്പൊക്കെ തൊട്ടിട്ടുണ്ട്. ഒരു വലിയ ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നു. എത്ര പേരാ സ്തോത്രം അത് ചെയ്യുന്നത്? കരമെല്ലാം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. പാസ് നിർത്തിയെങ്കിൽ പോവാന്നുള്ള ഭാവത്തിലാണ് ചിലരിയ്ക്കുന്നത്. ഇന്ന് നിർത്തിയത് തന്നെ, ഞാൻ അതിന്റെ അടിസ്ഥാനത്തിലോട്ട് കയറിയതേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണ്ടേ, ഇത് ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ? ഇത് നമ്മെക്കുറിച്ചാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ ചോദ്യം, ഇതിനകത്തിരിക്കുന്ന, പുറത്തു പോകണ്ട, ഇതിനകത്തിരിക്കുന്ന ഈ ജനത്തിന്റെ അകത്ത് എത്ര പേരാ ആ പദവിയിലുള്ളത്? സൽഗുണങ്ങളെ ഘോഷിക്കാൻ വിളിച്ചെങ്കിൽ ഘോഷിക്കണ്ടേ? ആമേൻ ആമേൻ പറഞ്ഞിരുന്നാ മതിയോ? ആ മെസ്സേജിന്റെ ആഴത്തിലോട്ട് നിങ്ങളൊന്ന് ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും പറഞ്ഞ സന്ദേശത്തിന്റെ ആഴത്തിലൊന്ന് ഇറങ്ങി. എന്തോ തകരാറില്ലേ? അന്ധകാരത്തിങ്കിൽ നിന്ന് അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനാ തിരഞ്ഞെടുത്ത്. എത്ര പേരാ ഘോഷിക്കുന്നേ? പറഞ്ഞു, നിങ്ങൾ പറയണം. ഇപ്പൊ ഘോഷിക്കുന്നില്ലെങ്കിൽ എന്തോ തകരാറല്ലേ? അതിനാ തിരഞ്ഞെടുത്തത്. സ്തോത്ര. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയരെ, നമ്മൾ പൊതുവിൽ എല്ലാവരും വന്നു എങ്കിലും, നമ്മൾ ഒരുമിച്ചിരിക്കുന്നെങ്കിലും ഇതിനകത്ത് നമ്മെ നോട്ടമിടുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. അതിന് ഹല്ലേലൂയ പ്രത്യേകമായിട്ട് നിങ്ങൾ ഇത് ഞാൻ പറയാതെ, ഇത് പ്രസംഗിക്കാതെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞാൻ നിങ്ങളെ ചതിക്കുകയല്ലേ? നമ്മൾ വന്ന് ഹല്ലേലൂയ പിള്ളേർ, നിങ്ങൾ പാടിയ പാട്ടിനകത്തുണ്ടല്ലോ, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എന്ന് പറഞ്ഞ ആ പാട്ടിനകത്ത് ഒരു ഡാൻസ് കളിച്ചതിനകത്തുണ്ട്. അതാ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ടെന്നാ പറഞ്ഞ, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും നാണം കുണിയും നിൽക്കണ്ടെന്നൊക്കെയാ പിള്ളേർ പാട്ടിലൂടെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആരോ ഒരാൾ തിരി കൊളുത്തുമ്പോൾ അതിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നു? കൈയടിക്കുന്നു, നമ്മൾ വണ്ടി വിടുന്നു. സ്തോത്രം. അങ്ങനെയല്ല. നിന്നെ വിളിച്ചത് എന്തിനെന്ന് തിരിച്ചറിയണം. ഇവിടെ എന്താ തകരാറെന്ന് ഹല്ലേലൂയ നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ തന്നെ അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ആമേൻ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. എന്തിനാ ദൈവം നമ്മെ വിളിച്ചതെന്ന് നമ്മൾ ഹല്ലേലൂയ 2:9 വ്യക്തതയോടെ വായിച്ചു. സ്തോത്രം. ആമേൻ ആ 2:9 വായിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം, അതിന്റെ മുൻപിലേക്ക് നിങ്ങൾ വന്നാൽ അതിന്റെ 4-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സ്തോത്രം. കണ്ടോ? നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചായിരുന്നോ? യേശുവിന്റെ അടുക്കൽ വന്നു, നമ്മൾ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നു. ഇനി നമ്മൾ പണിയപ്പെടണം. ഇതാ പലപ്പോഴും നടക്കാത്തത്. പണിയപ്പെടൽ നടക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അവിടം കഴിഞ്ഞു, പിന്നെ ഒരു പണിയും നടക്കുന്നില്ല. ഒരു പണിയും നടക്കാത്ത എന്താണെന്നറിയാമോ? ഇത് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ധാരണ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് നമ്മളെ പണിയാൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മെ പണിയാൻ നിങ്ങൾ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചാൽ കർത്താവ് വെടിപ്പോടെ അത് ചെയ്യും. അതിനാ ഈ വചനം, അതിനാ ദൈവത്തിന്റെ വചനം, അതിനാണ് പരിശുദ്ധാത്മാവിന്റെ ആലോചന, അതിനാണ് ദൈവം നമ്മെ അനുദിനം നിർബന്ധിക്കുന്നതും ഒരുക്കുന്നതും. പക്ഷെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേരാ അതിനകത്തോട്ട് കയറാൻ പറ്റുന്നേ? കാരണം നമ്മളൊരു ധാരണയിൽ നമ്മൾ ഇരിക്കുക. നമ്മൾ വന്നത് എന്തിനാ? ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്, സഭായോഗത്തെക്കുറിച്ച്, ആത്മീക ജീവിതത്തെക്കുറിച്ച് വചനം കാണാതെ അറിയാം. പക്ഷേ നമുക്കൊരു ധാരണയുണ്ട്. 9 മണിക്ക് ആരാധന, 9:30, 10 മണിക്കകത്തൊക്കെ എങ്ങനെയെങ്കിലും ഓടിയെത്തണം. പാവം ദൈവദാസൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? പാടുമ്പോൾ എഴുന്നേറ്റ് പാടണം. തരുന്ന മെസ്സേജ് നമുക്ക് സന്തോഷം തരുന്ന വീടോ കാറോ അല്ലെങ്കിൽ വിടുതൽ എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് കൈയടിക്കണം. പിന്നെ ആരും കൈയടിച്ചില്ലെങ്കിൽ ഞാനും കൈയടിക്കത്തില്ല. പ്രതിജ്ഞ ചെയ്താ വന്നേ. ഇന്നിപ്പോൾ ആരെങ്കിലും ഇതിനകത്ത് കൈയടിച്ചോ? ഒരു സ്വോത്രം പറഞ്ഞോ? പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും ഒരുപോലെയാ, വ്യത്യസ്തരായിട്ടില്ല. നമ്മുടെ ഒരു ധാരണയാണ്. ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ആശീർവാദം പറയും, നമ്മൾ വീട്ടിലോട്ട് പോകും. ഇന്നത്തെ സഭായോഗം മുടങ്ങാതെ കൂടാൻ കർത്താവ് കൃപ തന്നു. എന്റെ ചോദ്യം, എന്തിന്? ഒരു ധാരണയുണ്ടോ? അതെന്തിനാ വന്നേ? എന്തിനാ നമ്മൾ ദൈവസന്നിധി വരുന്നത്? ഒരു ധാരണയുണ്ടോ അതിനെക്കുറിച്ച്? നമുക്കൊരു ധാരണയുണ്ട്, നമ്മുടേതായ ധാരണ.
അതിനകത്താണ് ഇന്നിപ്പോൾ പെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ദിവസം വന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കിടക്കുന്ന അവിടെയാണ്. അതിന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ മറുപടി ഉണ്ട്. ആ തിരുവചനത്തിൽ ഉറയ്ക്കണം. 2, അതിന്റെ ഉദ്ദേശം നമുക്കറിയത്തില്ല. ബിനിൽ പാസ്റ്ററിനെ കാണാനോ പ്രസംഗം കേൾക്കാനോ സഭായോഗത്തിന് പെയ്യില്ലെങ്കിൽ കർത്താവ് കോപിക്കും, അതുകൊണ്ട് പോകണം, ഇതൊന്നുമല്ല. സ്തോത്രം. പണിയപ്പെടണം. നീ എത്തിയത് ജീവനുള്ള കല്ല, യേശുവിന്റെ അടുക്കല, ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കല നമ്മൾ എത്തിയതെങ്കിൽ ഉദ്ദേശം ഇതാണ്, ആ ജീവനുള്ള കല്ല് പോലെ പണിയപ്പെടണം. അങ്ങനെ ഒരു ആത്മീയ ഗ്രഹം, ഒരു സഭ പണിയുന്നത് നമുക്ക് അത്രത്തോളം ഗൗരവത്തോടെയൊന്നും പണി നടക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നമ്മൾ സഭ ഗ്രഹിക്കണം. ഇതിനകത്ത് വരുന്നവൻ വന്ന അവസ്ഥയിൽ ഇരിക്കരുത്, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട അവസ്ഥയിൽ തുടരരുത്. ആത്മീകമായി പണിയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ സന്തോഷമുള്ളവർ മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്രം. ആ ഹല്ലേലൂയ ഞാനങ്ങ് വിശ്വസിക്കുക. ആമേൻ. പണിയപ്പെടാൻ ഏൽപ്പിക്കണം. പണി നടന്നാലേ പറ്റത്തുള്ളൂ. അത് ഹല്ലേലൂയ മനസ്സിലാകണമെങ്കിൽ വീണ്ടും നിങ്ങൾ അതേ ഹല്ലേലൂയ ഭാഗം തന്നെ അതിന്റെ 11ഉം 12ഉം വാക്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, എന്നതാ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ഇത് ഹാലൂയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഓടുന്നേ. അന്ധകാരത്തിങ്കിൽ നിന്ന് അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് വിളിക്കപ്പെട്ട ജനമാ നമ്മള്. അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് സൽഗുണങ്ങളെ ഘോഷിക്കാൻ വിളിക്കപ്പെട്ട ജനമാ. അവരെങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഒരിക്കലും ഘോഷിക്കത്തില്ല. എന്നോട് പിണങ്ങരുതേ. എന്തെങ്കിലും ഹല്ലേലൂയ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമോ, ദൈവം നിങ്ങളെ കൈതൂക്കി എഴുന്നേൽപ്പിക്കണമോ, വെടിപ്പോടെ ഒന്ന് ആരാധിക്കണമോ, നിത്യതയിൽ നട്ടലോടെ നിൽക്കണമോ, നീ ആരെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. ഇവിടെ വ്യക്തതയോടെ പത്രോസ് പറയുന്നു, നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനമാ, വിശുദ്ധ വംശമാ, സ്വന്തം ജനമാ. പക്ഷെ നിങ്ങളോട് പോരാടുന്ന ആമേൻ ഹല്ലേലൂയ പാപത്തോട് പോരാടാതെ, നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരുന്ന ആമേൻ വിഷയത്തോട് നിങ്ങൾ എതിർക്കാതെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ ജീവനുള്ള കല്ല യേശുവിനോട് ചേർന്ന് പണിയപ്പെടാൻ തക്കവണ്ണം ആ സാന്നിധ്യവും ആ ദൈവത്തിന്റെ കൃപകളും അനുഭവിച്ച് പണിയപ്പെടണം. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ആത്മാവിൽ പണിയപ്പെടാൻ ഏൽപ്പിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ആത്മീക ഗൃഹം പണിയപ്പെടും, ദൈവത്തിന്റെ സഭ പണിയപ്പെടും. സ്തോത്രം. മറിച്ച് ഞാൻ ഹല്ലേലൂയ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തിന്മയാണ് സ്വന്തം ആലോചന അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. ഈ മെസ്സേജിനെ വിലയിരുത്താൻ എത്രയോ പേർ കാണും. പക്ഷെ എന്റെ ചോദ്യം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആത്മീക സത്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വലിയ തലമുറയാ. പക്ഷെ ഏതിന്റെ അടിസ്ഥാനത്തിലാ? നമ്മുടെ സാഹചര്യം, നമ്മുടെ കാലം, നമ്മുടെ ഹല്ലേലൂയ അനുഭവങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ഹല്ലേലൂയ ആത്മീക ജീവിതം നയിക്കേണ്ടത്. തിരുവചനത്തെ ഹല്ലേലൂയ അടിസ്ഥാനപ്പെടുത്തേണ്ടത്. നമുക്കങ്ങനെ ശരിയെന്നങ്ങ് തോന്നും. അങ്ങനെയല്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനം അതിലില്ലെങ്കിൽ തിരിച്ചു വരണം. ജീവിതത്തെ നമ്മൾ തിരുത്തണം. ഇവിടെ നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ചോ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മോട് പോരാടുന്ന പാപത്തോട് തിരിച്ചു പോരാടാനും എതിർക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നമ്മളെ പണിയപ്പെടാൻ വിളിച്ചതാ. കാരണം നമ്മെ ഹല്ലേലൂയ വിളിച്ചത് അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാന്. അതുകൊണ്ടാ ഹല്ലേലൂയ മക്കളെല്ലാം ഉത്സാഹിപ്പിക്കുന്ന, വെറുതെ കളയരുത് ആയുസ്. അതുകൊണ്ടാണ് സഹകരിക്കാൻ പറയുന്നത്. അതിനകത്ത് പലതും പറയുമ്പോൾ പ്രയാസമൊന്നുമില്ല. അകത്ത് ആഴമായി ദൈവവചന ചിന്ത കയറാത്തത് കൊണ്ടാണ്. കൊച്ചുമക്കൾ, യൗവന മക്കൾ, സഭയിലുള്ള ഒത്തിരി പേര് ഈ മീറ്റിങ്ങിന് പങ്കെടുത്തില്ല. സ്തോത്രം. എന്നാണ് നിങ്ങളുടെ ഹൃദയത്തിനൊരു ചേഞ്ച് വരുന്നതെന്ന് അറിയത്തില്ല. എന്നാണ് നിങ്ങൾക്ക് നേരെ ചിന്തിക്കാൻ കഴിവ് ദൈവം തരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാണ് ഈ കേൾക്കുന്ന വചനം നിങ്ങളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുന്നതെന്നും എനിക്കറിയത്തില്ല. ആഴമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത്ര കണ്ട് ഇടപെട്ടിട്ടും നിങ്ങൾ സ്വന്തം ധാരണയ്ക്കനുസരിച്ച് നിങ്ങളുടെ ആത്മീക ജീവിതം നടത്തുന്നെങ്കിൽ, സ്വന്തം വിവേകത്തിലൂന്നി നിങ്ങൾ പോകുന്നെങ്കിൽ, ആമേൻ, ഇച്ചിരി കഴിയുമ്പോൾ ദൈവം നിങ്ങളെ അതിനായി വിട്ടുകളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്, വിശ്വസിക്കരുത്. മടങ്ങി വരവ് അസാധ്യമായി മാറുന്ന ഒരു സമയമായി വരും. നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ വളരെ വ്യക്തതയോടെ, തിരിച്ചറിവോടെ ദൈവസഭ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെടണം. ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിന്റെ തിരഞ്ഞെടുപ്പിനകത്തുള്ള തിരഞ്ഞെടുപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് വരാൻ പറ്റാത്തത് ആരുടെയും കുറ്റമല്ല. ഞാൻ പറയുന്നു, ഒരു മനുഷ്യനും നമ്മെ തള്ളി മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. ഒരു മനുഷ്യനും നമ്മെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിയിരിക്കുക. ആമേൻ. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദൈവത്തിന് തെറ്റത്തേയില്ല. 100 മനുഷ്യൻ മാറി നിന്ന് പറഞ്ഞാലും തെറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ദാവീദും
ആമേൻ യോസഫ് ഒന്നും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരത്തില്ല. കാരണം അവരെ ഒന്നും മുമ്പ് കൊണ്ടുവരാൻ മനുഷ്യൻ തയ്യാറായില്ല. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തയോടെ അവരെ തന്നെ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ നാം നമ്മിലേക്ക് നോക്കുക. മറ്റുള്ളവരെ നോക്കരുത്, കൂട്ടം കൂടരുത്. താഴ്വരയിൽ കൂടാൻ സന്തോഷമാണ്, കൂടിയിരുന്ന് സമയം കളയരുത്. സ്തോത്രം. പ്രാർത്ഥനയേക്കാൾ ഇഷ്ടം ആമേൻ നമുക്ക് മറ്റു കാര്യങ്ങളാ. അരുത്. ആമേൻ പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. നല്ല കൂട്ടുകെട്ടുകൾ, ആത്മീകമായത് അധികം സംസാരിക്കുക. ആമേൻ ആത്മീകത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സമൂഹമുണ്ട്. അതിനോട് കൂടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ന്യായവാദങ്ങൾ പറഞ്ഞ് നമുക്ക് ദൈവത്തിൽ നിന്ന് അകലാനല്ലാതെ അടുത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. മത്തായി എഴുതിയ സുവിശേഷം 20:16 കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി 20:16. ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. യേശു പറഞ്ഞ ഒരു വാക്കാണ്, വിശദീകരിക്കുന്നില്ല. അതിനകത്ത് നിന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു കാര്യം ഉറപ്പാണ്, മുൻപന്മാർക്ക് പിൻപന്മാരാകാൻ പറ്റും. അപ്പൊ തന്നെ സന്തോഷം പറയാം, പിന്നിൽ കിടക്കുന്ന നിനക്ക് മുന്നിൽ വരാം. രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. കർത്താവ് അവിടെ ഒരു ഉപമ പറയുക. അതിന്റെ ആശയം പലപ്പോഴും നമ്മൾ ഗ്രഹിക്കത്തില്ല. അതിന്റെ ആശയം ഇതാണ്, ഈ അവസാനം പറഞ്ഞ വാക്കാണ്, പുറകിൽ കിടക്കുന്നവനെ മുമ്പനാകാൻ പറ്റും. മുമ്പിൽ കിടക്കുന്ന എനിക്ക് ഏറ്റവും പുറകിൽ പോകാനും പറ്റും. അതെന്റെ തീരുമാനമാണ്. നമ്മൾ തീരുമാനിക്കണം, മുമ്പോട്ട് പോണോ പുറകിലേക്ക് പോണോ. ആരെയും കുറ്റം പറയണ്ട. എല്ലാവരും കൂടെ എന്നെ ഒതുക്കി, എല്ലാവരും കൂടെ എന്നെ, ആ പരിപാടിയില്ല. നിന്നെ വേലയ്ക്ക് വിളിച്ചത് കർത്താവാ. ഇവിടുത്തെ ഉപമ നമുക്കറിയാം. ആമേൻ സ്തോത്രം. കർത്താവ് മുന്തിരിത്തോട്ടത്തിലെ വേലയ്ക്ക് വിളിക്കുക, മെനക്കെട്ട് നിൽക്കുക. കർത്താവ് പറഞ്ഞു, മെനക്കെടണ്ട, ചെന്ന് വേല ചെയ്യാൻ പറഞ്ഞു. വായിക്കാൻ സമയമില്ല. മെനക്കെട്ട് നിൽക്കണ്ട, ചെന്ന് വേല ചെയ്യാൻ പറഞ്ഞു. ഒരു കൂട്ടർ വേലയ്ക്ക് പോയി. 11 മണി നേരമായപ്പോൾ വീണ്ടും കുറെ എണ്ണം മെനക്കെട്ട് കിടക്കുക. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു വിഷയം. ഞാൻ ഈ മെനക്കെട്ട് നിന്ന് തന്നെ വിളിക്കുന്ന ഒരു ദൈവമായോണ്ട് എന്നെ വിളിച്ചേ. മെനക്കെട്ട് കിടക്കുകയായിരുന്നു. സ്തോത്രം. നിങ്ങൾക്ക് ആ വാക്ക് ഭയങ്കരമായിട്ട് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും കുറെ എണ്ണം ഒരു ജോലിയില്ല, കൂലിയില്ല, മെനക്കെട്ട് കിടക്കുക. സ്തോത്രം. അവൻ്റെ അടുത്തും പറഞ്ഞു, നീ എന്റെ മുന്തിരിത്തോട്ടം ചെന്ന് അധ്വാനിക്ക്, ന്യായമായി തരാം. നമുക്ക് താല്പര്യമില്ല, നമ്മൾ വെയിറ്റ് ഇട്ട് നിൽക്കുക വിളിക്കാൻ. ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ആദ്യം തൊട്ടേ 2 മെസ്സേജിനകത്തും ഒരു വലിയ ചിന്തയുണ്ട്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് പോകരുത്. ദൈവത്തെ കിട്ടത്തില്ല. ദൈവം ആർക്കും കടക്കാരനാകത്തില്ല. ദൈവത്തിന് ദൈവം തന്നില്ല എന്നൊന്നും കണക്ക് പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇവിടെ ഹല്ലേലൂയ ഒരു കൂട്ടം പേർ ബഹളം ഉണ്ടാക്കുക. എന്നാ കാര്യം എന്ന് പറയാം, കർത്താവ് കൂലി കൊടുത്തപ്പോ രാവിലെ വന്ന് പണിയെടുത്തവനും ഉച്ചയ്ക്ക് വന്നവനും വൈകുന്നേരം വന്നവനും ഒരുപോലെ കൂലി കൊടുത്തു. കൂലി കൊടുത്തപ്പോ ബഹളം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ധാരണ ഒരിക്കലും ദൈവം മുമ്പാകെ ശരിയല്ല. ഇവരെ നമ്മൾ വിധിച്ചാ പറയും അവര് പറഞ്ഞതാ കറക്റ്റ്. 9 മണി തൊട്ട് 5 മണി വരെ വേല ചെയ്തവന് 1 രൂപ, 11 മണി തൊട്ട് 5 മണി വരെ വേല ചെയ്തവന് 1 രൂപ, 3 മണി തൊട്ട് 5 മണി വരെ വേല ചെയ്തവന് 1 രൂപ. ഇതെവിടത്തെ ന്യായം? ഇതാ നമ്മൾ ചോദിക്കുന്നത്. അവിടെയാ നമ്മൾ തെറ്റിപ്പോകുന്നത്. അതാ ഞാൻ പറഞ്ഞ, ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ മറുചോദ്യം, പൊന്നുമോനെ എന്റെ പൈസ നിനക്ക് തരാന്ന് പറഞ്ഞ് ഞാൻ തന്നു, പിന്നെ നീ കണ്ണ് കടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? സഭയിലെ പ്രശ്നം ഇതല്ലേ? എടാ, ദൈവം ഒരുത്തനെ ഉയർത്തുന്നെങ്കിൽ നീ എന്തിനാ ബാഗി കിടക്കുന്നേ? നീ ദൈവത്തെ അറിയാതെ അതും പറയുന്നത് എന്തിനാ? ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ പാദത്തിലാണ് നീയെങ്കിൽ നിനക്ക് അർഹതപ്പെട്ടത് അവൻ തന്നിരിക്കും. അയ്യോ 11 മണിയായി, ഇനി വേലയില്ല, ഇനി എനിക്ക് പറ്റുമോ? നമ്മളങ്ങ് വിധി എഴുതുക. 10-60 വയസ്സായി വാസ്ത്രേ, ഞാനാണോ ഇനി ട്രാക്ട് കൊടുക്കണ്ടേ? നീ ഇരുന്നോ 80 വരെ ഇരുന്നിട്ട്. അങ്ങനെയല്ല. മനസ്സോടെ കർത്താവിന് പറയാനുള്ള, സഹോദര നീയും വാ എന്റെ മുന്തിരിത്തോട്ടത്ത്, നീയും വാ എന്റെ മുന്തിരിത്തോട്ടത്ത്. അത് ദൈവത്തിന്റെ കൃപയാ, അത് ദൈവത്തിന്റെ കൃപയാ. മെനക്കെട്ട് നിൽക്കുന്ന കർത്താവിന് ഇഷ്ടമല്ല. പിന്നെ മെനക്കെട്ട് നിന്ന് എന്നെ വിളിച്ച് വേലയ്ക്കാക്കി ഇവിടെ വന്ന് ആമേൻ സ്തോത്രം ഒന്ന് പണിയാൻ കർത്താവ് ആരോഗ്യം നിന്ന് പണിതപ്പോ എന്റെ പുറകെ വന്നവനെ കണ്ടപ്പോ എനിക്കൊരു പ്രശ്നം. അതാ വലിയ വിഷയം. ദൈവത്തെ അറിയാത്തോണ്ടാ. ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് തന്നത് തന്നെ അവനും കൊടുക്കുമ്പോൾ സ്തോത്രം. കാരണം ഞാൻ ഇന്നലെ മെനക്കെട്ട് നിന്നില്ല, എന്നെ കൃപയാലല്ലേ വിളിച്ചേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നെ കൃപയാലല്ലേ വിളിച്ചേ. ആമേൻ. നമ്മെക്കാൾ കഴിവുള്ള ഒരാൾ വരുമ്പോ, നമ്മെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാൾ വരുമ്പോ നമ്മൾ ഹല്ലേലൂയ നല്ല മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാകണം. ഉടനെ ഇന്നലെ വന്നവന്മാരാണ് ഇപ്പൊ കിടന്നുകൊണ്ട് പോയ പോക്ക് കണ്ടോ? സ്തോത്രം. അങ്ങനെയല്ല, അവനെയും വിളിച്ചത് ദൈവം. എന്റെ കർത്താവിന്റെ മനസ്സ് നിങ്ങൾ അറിയണം. ദൈവം തിരഞ്ഞെടുത്തവന് ദൈവം കൂലി കൊടുക്കും. പക്ഷെ കർത്താവ് എല്ലാവരും വിളിക്കുന്നു, വാ എന്റെ മുന്തിരിത്തോട്ടത്തിൽ. ആ തിരഞ്ഞെടുപ്പിനകത്തു വാ.
എല്ലാവരെയും വിളിക്കുക, വന്ന് അധ്വാനിക്കും, ന്യായമായത് തരാം, ന്യായമായത് തരാം, ന്യായമായത് തരാം. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്ന് പകൽ പറയാൻ പറ്റും? ഞാൻ പറയണ്ടേ, ഈ വിശ്വാസ ജീവിതത്തിൽ വന്ന് ഇത്ര കണ്ടായത് ദൈവത്തിന്റെ കൃപയാ, ഇത്രയായത് ദൈവത്തിന്റെ കൃപയാ, അല്ലേ? ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റൂ? ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപയാ. പ്രാർത്ഥിക്കുന്നത്, പ്രയത്നിക്കുന്നതൊക്കെ. നമ്മളെ കുറച്ച് നേരത്തെ വിളിച്ചെങ്കിൽ സന്തോഷം. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് വരുന്നവനെ ദൈവം കരുതുന്നെങ്കിൽ ആ ദൈവത്തിന്റെ മനസ്സ് നമ്മൾ തിരിച്ചറിഞ്ഞോളണം. ഇനി ഞാൻ ഹല്ലേലൂയ വിശദീകരിക്കുന്നില്ല. തുടക്കം തൊട്ടുള്ള ഭാഗം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ധ്യാനിച്ചേച്ച് കർത്താവിന്റെ തിരുഹൃദയത്തിനകത്തോട്ട് കയറണം. കർത്താവ് ചിന്തിക്കുന്നതാണോ നമ്മൾ ചിന്തിക്കുന്നത്? കർത്താവ് വിചാരിക്കുന്നതാണോ നമ്മൾ വിചാരിക്കുന്നത്? ഇതൊരു ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ വേണമെങ്കിൽ 20-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. മാനുഷികമായ ചിന്തയിൽ അവർ ഹല്ലേലൂയ പിറുപിറുക്കുന്നത് ശരിയാ. പക്ഷെ ദൈവത്തെ അറിയേണ്ടും വണ്ണം അറിഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനോ കർത്താവിന്റെ വേല തികയ്ക്കാനോ പറ്റത്തില്ല. കാരണം ദൈവം മനുഷ്യനല്ല, മനുഷ്യന്റെ ചിന്തയല്ല. കർത്താവ് പറഞ്ഞു, എന്റെ വിചാരം അല്ല കുഞ്ഞെ നിന്റെ വിചാരം. പിന്നെ എന്നെ എടുക്കണം. നീ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നാൽ നിന്നെ കാണുന്ന ഒരു കണ്ണ് കർത്താവിനുണ്ട്. നിന്റെ ജീവിതത്തെ മുഴുവനായി വാച്ച് ചെയ്യുന്ന ഒരു ഹല്ലേലൂയ കർത്താവുണ്ട്. സ്തോത്രം. ദൈവത്തെ നമ്മൾ അനുസരിക്കണം. പലരും അനുസരിക്കുന്ന എന്നതാ? ഇഷ്ടമുള്ളത് അനുസരിക്കും, ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് അനുസരിക്കും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റാ. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഇഷ്ടമുള്ളത് അനുസരിക്കും. പാസ്റ്റർ എന്തോ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ അനുസരിക്കും. രണ്ട്, ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് അനുസരിക്കത്തുള്ളൂ. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ. ഇതെല്ലാം പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ധാരണ, ഈ മനുഷ്യർക്കുള്ള ധാരണ, വിളിച്ചവർക്കെല്ലാം ഒരേ കൂലി. നിത്യതയെക്കുറിച്ചല്ല കേട്ടോ ഇത്. നിത്യതയിലെ പ്രതിഫലങ്ങൾ അതിനനുസരിച്ചുണ്ട്. പക്ഷെ ദൈവത്തെ അറിയാൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നീയും ഞാനും ദൈവത്തെ അറിയണം. അതുകൊണ്ട് ഇന്ന് വന്നവർ, ഇന്നലെ വന്നവർ അധ്വാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം. പ്രതിഫലം തരുന്ന ദൈവം, കൂലി തരുന്ന ദൈവം നമുക്കുണ്ട്. വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഒന്നുകൂടെ പറയട്ടെ, ഒരു വലിയ തിരഞ്ഞെടുപ്പ്. ആരെയൊക്കെയാ വിളിക്കുന്നേ? ഞാനൊന്നുമല്ല, എനിക്ക് കഴിയത്തില്ല. കർത്താവ് പറയുന്നു, എന്റെ മുന്തിരിത്തോട്ടത്തിൽ വാ. മെനക്കെട്ട് നിൽക്കുക. ആരും വിളിച്ചില്ല. 11 മണിയായിട്ടും കാത്തു നിൽക്കാൻ ആശയം മനസ്സിലാവുന്നുണ്ടോ? കൂലിക്ക് ആരെങ്കിലും വിളിക്കാൻ ചെന്ന് നിന്നാ 11 മണിയായിട്ട് ആരും വിളിച്ചില്ല. മെനക്കെട്ടു. ഇന്ന് മെനക്കേടായി എന്ന് പറയില്ലേ നിങ്ങള്? സ്തോത്രം. കർത്താവ് പറഞ്ഞ സാരമില്ലടാ, 11 മണിയാണെങ്കിലും കേറിക്കോ. സ്തോത്രം. 3 മണിയായിട്ട് ആരും വിളിച്ചില്ല, മെനക്കെട്ട് നിൽക്കുക. കർത്താവ് പറഞ്ഞ് കേറിക്കോ. നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, കർത്താവ് നിന്റെ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണം, നിന്റെ വേല എനിക്ക് ചെയ്യണം, നിനക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എന്ന് എത്ര പേർ പറയും? ഒരു ദിവസമായിരിക്കാം ലൈഫിൽ ബാക്കിയുള്ള. ഇത്ര കാലം പ്രയോജനപ്പെടാതെ നീ നിൽക്കുന്നു. കർത്താവ് പറയുക, വാ എന്റെ മുന്തിരിത്തോട്ടത്തിൽ. സ്തോത്ര. ആരെന്ത് പറഞ്ഞാലും നിനക്ക് കൂലി തരാൻ ഒരു ദൈവമുണ്ട്. നീ അധ്വാനിക്കാൻ തയ്യാറാകുക. സ്തോത്ര. ഞാൻ പറഞ്ഞ കഴിഞ്ഞ 2 ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചയും ഇന്നുമായി പറഞ്ഞ സന്ദേശത്തിന്റെ അകത്ത് നിന്ന് നിങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച്, എൻ്റെ ഓരോ ദിവസവും ഞാൻ ശ്രദ്ധിക്കും, എൻ്റെ ഓരോ ആരാധനയും ഞാൻ ശ്രദ്ധിക്കും, എൻ്റെ ശുശ്രൂഷ ശ്രദ്ധിക്കും. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, കൊച്ചുമക്കൾ ശുശ്രൂഷിക്കുന്നുണ്ട്. തിരിച്ചറിഞ്ഞോളണം, കർത്താവ് കാണുന്നുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകര് വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക് പഠനം കൊടുക്കുന്നവർ, അത് നിങ്ങൾ അല്പം പോലും അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യരുത്. ശുശ്രൂഷകനായ ഞാൻ, ശുശ്രൂഷിക്കുന്ന എൻ്റെ കൂട്ടുവേലക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കർത്താവ് ഇത് കാണുന്നുണ്ട്. വടി ഹല്ലേലൂയ നീട്ടാൻ പറഞ്ഞാൽ നീട്ടുക, കൽപ്പിക്കാൻ പറഞ്ഞാൽ കൽപ്പിക്കുക. നീട്ടാൻ പറഞ്ഞെടുത്ത് കൽപ്പിക്കാൻ പറഞ്ഞ് അടിച്ചാൽ കർത്താവ് അത് നോട്ട് ചെയ്യും. അതെൻ്റെ അപ്പോഴും വന്ന ദേഷ്യത്തില്ല, ശരിയാ. അത് അപ്പോഴത്തെ സാഹചര്യം ഒക്കെ ശരിയാ. പക്ഷേ കർത്താവ് നിന്നെ കണക്കിടും. ലിസ്റ്റിൽ നിന്ന് നീ പുറത്തു പോകുമെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ഗൗരവത്തോടെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് വരണം. വളരെ സൂക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. ഒരു സന്തോഷമില്ലല്ലോ? വളരെ സൂക്ഷിക്കാൻ. എൻ്റെ ആത്മീക ജീവിതത്തെ ഞാൻ സൂക്ഷിക്കും. ദൈവം ഏൽപ്പിച്ച കൊച്ചു ശുശ്രൂഷയെ ഞാൻ വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കും. സ്തോത്രം. ഉള്ളിൽ നിന്ന് ചാടി വരുന്നതെല്ലാം പറയരുത്, പ്രവർത്തിക്കരുത്. ദൈവത്തെ മനസ്സിലാക്കണം, ദൈവത്തിനായി സമർപ്പിക്കണം. സ്തോത്രം. സ്നാനപ്പെടാൻ പറഞ്ഞാൽ, ഉപദേശങ്ങൾ പറഞ്ഞാൽ, വചനങ്ങൾ ഗ്രഹിപ്പിച്ചാൽ അതിൽ ഹല്ലേലൂയ എൻ്റെ വിവേകം ഞാൻ എടുക്കരുത്, എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച്, ധാരണയ്ക്ക് അനുസരിച്ച് ജീവിക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായി നമുക്ക് ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നാം അതത് സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ഹല്ലേലൂയ സമർപ്പണത്തോടെ കണ്ണുകളെ അടച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. എനിക്കറിയത്തില്ല എത്ര കണ്ട് നിങ്ങൾക്കത് മനസ്സിലായി. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടേണ്ട ചില മേഖലകൾ അതിനകത്തുണ്ട്, ചില വ്യക്തികൾ അതിനകത്തുണ്ട്. ആ ഹല്ലേലൂയ വ്യക്തികൾ കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. നിങ്ങളുടെ ആത്മീക ജീവിതം നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് നിങ്ങളുടെ ധാരണയ്ക്ക് അനുസരിച്ചാണോ? വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? നിങ്ങളുടെ ചിന്തകൾ അനുസരിച്ച് തർക്കിക്കുന്നവരാണോ? നിങ്ങളുടെ ധാരണ അനുസരിച്ച് നിങ്ങൾ സംസാരിക്കുന്നവരാണോ?
അതല്ല, എനിക്കറിയത്തില്ല കർത്താവേ എന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് അടുത്തു വരുന്നവനാണോ? കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ എത്ര പേർ അങ്ങനെ ദൈവത്തോട് സംസാരിക്കും? എത്ര പേർ പറയും, കർത്താവേ ഞാനും മിനക്കെട്ട് കിടന്നതാ, എന്നെ നീ വിളിച്ചു, ഇവിടെ എന്നെ വിശ്വസ്തനാകണം, പിറുപിറുപ്പില്ലാതെ നിൽപ്പാൻ കൃപ തരണം. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനകത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്നെ കർത്താവ് കൈക്കൊള്ളണം, ശ്രേഷ്ഠമായത് ഞാൻ കൊതിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഏൽപ്പിച്ച ആലോചന നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. ശാന്തതയോടെ നിങ്ങൾ കേട്ടു. വളരെ ഗൗരവത്തോടെ അത് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കണം. വചനത്തെ ഹല്ലേലൂയ തള്ളിക്കളയുകയും നിന്റെ ഹൃദയത്തിലെ ആലോചന കൊണ്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്നെങ്കിൽ ഭയാനകമാണ്. ചിലരെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഉണ്ട്. പലപ്പോഴും നീ എതിർക്കുന്നത് പല വിഷയത്തെ, നന്മയ്ക്കായി പറഞ്ഞ പലതിനെയും എതിർത്തത് നിന്റെ ആലോചനയ്ക്കൊത്തവണ്ണമാണ്. നിന്റെ ഹൃദയത്തിലുള്ള ആലോചന വെച്ച് അത് ശരിയല്ലെന്ന് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് വ്യക്തതയോടെ നിന്നോട് ഇടപെടുന്നുണ്ട്. ആമേൻ. അത് ശരിയല്ല. സ്വന്തം ആലോചനയ്ക്കനുസരിച്ച് ജീവിപ്പാൻ ദൈവം ഏൽപ്പിച്ചാൽ മടങ്ങി വരവില്ല. അതുകൊണ്ട് പറ, ഞാൻ വിധിക്കുന്ന വിധി അത് നീതിയോടെ ആകണമെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ അറിവിൽ നിന്നാണ് ഞാൻ വിധിച്ചത്, തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കും? സഹോദരന്മാരെ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിന്റെ സെൽ അടുത്തു വരാതെ അകന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനക്കെട്ട് നിൽക്കുന്ന നിന്നെ വിളിക്കുക വേലയ്ക്കായി. മിനക്കെട്ട് നിൽക്കുന്ന നിന്നെ വിളിക്കുക, നീയും വാ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ. സഹോദരി, ഇന്ന് പകൽ അതിനുള്ള സമയമാണ്. പറ, എവിടെയൊക്കെയോ ജീവിതത്തെ കർത്താവ് പരിശോധിക്കുമ്പോൾ നന്മകൾ കണ്ട കർത്താവ് നമ്മെ വിളിക്കുക. ദൈവം ചിലതിനെ ഒരുക്കാൻ ഇഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യത പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യത പറയാനില്ല, കൃപ ഒന്നു മാത്രം. നന്ദിയോടെ കർത്താവിനോട് പറഞ്ഞ് എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഇതിനകത്ത് വന്നത് ദൈവത്തിന്റെ കൃപയെന്ന് അറിയുന്നു. ഇതിനകത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയെന്ന് തിരിച്ചറിയുന്നു. ഒരു യോഗ്യതയില്ല, ദൈവത്തിന്റെ കൃപയെന്ന് അറിയുന്നവർ കർത്താവിനോട് ഹൃദയം തുറന്ന് പറഞ്ഞേ, ഒരു യോഗ്യത പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. ഏകമാഴമായ സമർപ്പണത്തോടെ ഒരു യോഗ്യത, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുന്നു, എല്ലാ ഹൃദയങ്ങളും ചലിക്കട്ടെ. മാനസാന്തരത്തിന്റെ സമർപ്പണ
കണ്ട് വിളിച്ചു കൊണ്ടുവന്ന കർത്താവ്. ഓ ഹല്ലേലൂയ. ശബ്ദമേറട്ടെ, ഹൃദയം തുടിക്കട്ടെ. ആഴമായ സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം അവന്റെ തിരഞ്ഞെടുപ്പ് കൊതിച്ചുകൊണ്ട് സമനിലെ അതിവേദന എന്നെ ഓർത്ത് സഹിച്ചു. എന്നെ വീണ്ടെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ ഞാൻ എന്തൊക്കെയോ ദൈവത്തിനായി ചെയ്യാം. എന്റെ കർത്താവ് ചെയ്തതെന്ന് പകൽ മറക്കരുത്. സന്തോഷമുള്ളവൻ അക്കരങ്ങളെ അടിച്ചു പറഞ്ഞ് എന്നെ തിരഞ്ഞെടുപ്പാൻ ചേർന്ന് സന്തോഷത്തോടെ എല്ലാ കരങ്ങളും അടിച്ച് ദൈവസാന്നിധ്യം ഇതിനകത്തൊഴുകട്ടെ. എനിക്കായി സഹിപ്പാൻ, എനിക്കായി ശക്തിയോടെ ആ കരങ്ങൾ അടിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അപ്പന്റെ പാദത്തിലേക്ക് വീണുകൊണ്ട് ശബ്ദമുയർത്തി ഒരുമിച്ച് എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്നു നീ ഒരിക്കൽ കൂടെ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ഒരു തിരഞ്ഞെടുപ്പ് കൂടെ നിന്റെ മേലിന്ന് പകൽ വീഴട്ടെ. ആഴമായി കൊതിച്ചുകൊണ്ട് ആ കരമടിച്ച് പാടിയേ പകൽക്കാലം പറയും അന്ധകാരത്തിങ്കിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു സകലങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, യോഗ്യതയില്ലപ്പ തിരിച്ചറിയുന്നവർ മാത്രം ശക്തിയോടെ അഭിഷേകത്തോടെ സ്തുതിക്കുമ്പോൾ ചിലരുടെ മേൽ കൂടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ വെളിപ്പെട്ടു വരികയാണ്. ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചേ
ആഴമായ സമർപ്പണത്തോടെ ഒരു യോഗ്യതയും പറയാനില്ലപ്പാ. ഒരു യോഗ്യതയും ശക്തിയോടെ പറഞ്ഞേ. ഒരു യോഗ്യതയോ ഉറക്കെ പറഞ്ഞേ. തിരിച്ചറിയുന്നവർ ഏറ്റവും ശബ്ദം ഉയർത്തി കർത്താവിനോട് പറഞ്ഞേ. എത്ര പേർ പുതിയ തീരുമാനങ്ങൾ എടുക്കും? എത്ര പേർ യേശുവിന്റെ കരങ്ങളിൽ ഒരുമിച്ച് പറഞ്ഞേ. എത്ര പേരുണ്ട് യേശുവിന്റെ തീരുമാനത്തോടെ പറയാം. അത്തിരഞ്ഞെടുപ്പിന്റെ അകത്ത് എന്ന് പറഞ്ഞ് ഒരു കൈത്തിരി പോലെ പിതാക്കന്മാർ, മാതാവ്, സഹോദരന്മാർ, സഹോദരിമാർ, കൊച്ചുമക്കൾ ഒരുമിച്ച് പറഞ്ഞേ. ജീവൻ
നിന്ന് വീണ്ടെടുത്ത തിരിപോൽ കത്തിയെരിഞ്ഞൊരു തിരുമാറി മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കും ഏതൊക്കെയോ ഹൃദയങ്ങൾ നല്ല തീരുമാനത്താൽ നിറയണമെങ്കിൽ ഒരു കൈത്തിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കും തിരുമാറി മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കും തിരുമാറി മറഞ്ഞിടും എത്ര പേരുണ്ട് ഈ സഭയ്ക്കകത്ത് കൈത്തിരിപോൽ ആ കൃപയിൽ നിൽക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ആ വിളിയിൽ നിൽക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? അനുസരണത്തിൽ നിൽക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? യേശു കർത്താവിനെ തിരഞ്ഞെടുക്കാൻ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇന്ന് പകലവൻ എന്നെ കാണുന്നു എന്ന തിരിച്ചറിവുള്ള എത്ര പേരുണ്ട്? ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് എന്റെ കർത്താവിന്റെ മാറിൽ അണയാൻ ഞാൻ കൊതിക്കുന്നു എന്ന് പറയുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ.